Good morning. Good morning, Miss. Good morning. Good morning. എന്താണ് എല്ലാവരും ഭക്ഷണമൊക്കെ കഴിച്ചില്ലേ? ചായയൊക്കെ കുടിച്ചില്ലേ എല്ലാവരും? എല്ലാവർക്കും ഗുഡ് മോർണിംഗ്. പിന്നെ 2 ദിവസം ഉണ്ടായിട്ട് എല്ലാവരും വായിച്ചൊക്കെ നോക്കിയോ? കഴിഞ്ഞ ദിവസം എടുത്തതൊക്കെ നിങ്ങൾ വായിച്ചു നോക്കിയിരുന്നോ? വായിച്ചു നോക്കില്ലേ? വിശപ്പുള്ള ആൾക്കാരൊക്കെ എന്തെങ്കിലും ചിപ്സ് അങ്ങനെ എന്തെങ്കിലും കടുത്ത് വെച്ചോളൂ കേട്ടോ. ക്ലാസ് എടുക്കുമ്പോ അത് കഴിച്ചുകൊണ്ട് ക്ലാസ് കേട്ടാൽ മതി. വിശപ്പൊന്നും വരണ്ട. അത് ശരി, നമുക്ക് ഇന്നത്തെ ക്ലാസ് തുടങ്ങാം കേട്ടോ. ഇപ്പൊ നമ്മള് കഴിഞ്ഞ ക്ലാസ്സില് നമ്മൾ എന്തൊക്കെയാ പഠിച്ചത്? ഫാർമസിയില് എന്തൊക്കെയാണ് നമ്മൾ പറഞ്ഞത്? ഹോസ്പിറ്റൽ ഫോർമുലറി എന്താണ് നമ്മൾ പറഞ്ഞിരുന്നു. പിന്നെന്താണ് ഇൻജെന്റിങ് ഓഫ് ഡ്രഗ്സ് അല്ലെ? ഓരോ മരുന്നുകളെയും ഇൻജെന്റിങ് എന്ന് പറഞ്ഞാൽ എന്താ ഉദ്ദേശിക്കുന്നത്? മേക്കിംഗ് ദ റിക്വസിഷൻ ഫോർ ദ സപ്ലൈ ഓഫ് ഡ്രഗ്സ് അല്ലെ? മരുന്നുകൾ മേടിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ഒരു റിക്വസിഷൻ കൊടുക്കുന്നത്. അപ്പൊ അതുമായിട്ട് ബന്ധപ്പെട്ട കുറച്ച് കാര്യങ്ങളൊക്കെ നമ്മൾ പറഞ്ഞിരുന്നു. EOQ ഒക്കെ നമ്മൾ അന്ന് പറഞ്ഞിരുന്നു കേട്ടോ. എക്കണോമിക് ഓർഡർ ക്വാണ്ടിറ്റി അത് പറഞ്ഞിരുന്നു. പിന്നെ എന്തെല്ലാം റെക്കോർഡ്സുകളും രജിസ്റ്റേഴ്സുകളാണ് സാധാരണയായിട്ട് ഒരു ഫാർമസിയിൽ നമ്മൾ കീപ്പ് ചെയ്യുന്നത് അത് മനസ്സിലാക്കി. ബിൻ കാർഡ് എന്താന്നുള്ളത് നമ്മൾ മനസ്സിലാക്കി അല്ലെ? ഇത്രയൊക്കെയല്ലേ നമ്മൾ പഠിച്ചത്. പിന്നെന്തായിരുന്നു നമ്മൾ പഠിച്ചത്? പറഞ്ഞു സ്റ്റോറേജ് ഓഫ് ഡ്രഗ്സ് അല്ലെ? മരുന്നുകളുടെ സംഭരണം. അപ്പൊ നമ്മൾ പലതരത്തിലുള്ള മരുന്നുകൾ ഉണ്ട്. ജനറൽ ഡ്രഗ്സ് വരെയാണ് പറഞ്ഞത് അല്ലെ? ഇതിനല്ലേ പറഞ്ഞു നിർത്തിയത്? ശരിയാണെങ്കിൽ നമ്മൾ അവിടെ വരെയാണ് പറഞ്ഞത്. അപ്പൊ നമുക്ക് ഇന്നത്തെ കണ്ടിന്യൂസ് ക്ലാസ് കേൾക്കാം. അപ്പൊ എല്ലാവരും ഒന്ന് ശ്രദ്ധിക്കാം. കുട്ടികൾ കുറവാണോ? കുറച്ച് പേരുള്ളല്ലോ. ചാപ്റ്റർ ഫാർമസി കേട്ടോ. ചാപ്റ്റർ നമ്പർ എന്താണ്? 15. അവിടെ 15 അല്ലേ കിടക്കണേ? 15 കിടക്കുന്നേ. മൊഡ്യൂള് സെക്കൻഡിലെ ഫസ്റ്റ് ചാപ്റ്റർ കേട്ടോ, ഫാർമസി. ഇപ്പൊ ഞാൻ ഓൾറെഡി ചെയ്യാണ് കേട്ടോ. ക്ലാസ് നോക്കണം. അപ്പൊ നമ്മള് സ്റ്റോറേജ് ഓഫ് ഡ്രഗ്സ് ആണ് ഇനി പറഞ്ഞത് അല്ലെ? അതായത് മരുന്നുകളുടെ സംഭരണവുമായിട്ട് ബന്ധപ്പെട്ട് ശ്രദ്ധിക്കേണ്ട ചില കാര്യങ്ങൾ എന്തൊക്കെയാണ്? അതിന് ചില ക്വസ്റ്റ്യൻസിനൊക്കെ സ്കോപ്പ് ഉണ്ട് കേട്ടോ. ചില ക്വസ്റ്റ്യൻസ് ഒക്കെ അതിന് നമുക്ക് എക്സ്പെക്ട് ചെയ്യാം. അപ്പൊ നമ്മൾ പലതരത്തിലുള്ള ഡ്രഗ്സുകൾ ഉണ്ടെന്ന് പറഞ്ഞു. എന്തൊക്കെയായിരുന്നു? ജനറൽ ഡ്രഗ്സ് ഉണ്ട്, നാർക്കോട്ടിക് ഡ്രഗ്സ് ഉണ്ട്, പിന്നെന്താണ് ഇൻഫ്ലേമബിൾ ഡ്രഗ്സ് ഉണ്ട്, കോൾഡ് സ്റ്റോറേജ് ഡ്രഗ്സുകളുണ്ട്. ഈ പറയുന്ന എല്ലാ ഡ്രഗ്സും നമ്മൾ സ്റ്റോർ ചെയ്യുന്നത് പലതരത്തിലാണ്. എല്ലാം ഒരുപോലെയല്ല. ഓരോന്നിന്റെയും സ്റ്റോറേജിന് ശ്രദ്ധിക്കേണ്ടതായിട്ടുള്ള ചില കാര്യങ്ങളുണ്ട്. ഇപ്പൊ ജനറൽ ഡ്രഗ്സ് കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ പറഞ്ഞിരുന്നു. ആൽഫബറ്റിക്കൽ ഓർഡറിൽ വേണം ഓർഗനൈസ് ചെയ്യാനായിട്ട്. അതുപോലെ തന്നെ എക്സ്പയറി ഡേറ്റ് കുറഞ്ഞ ഷോർട്ട് എക്സ്പയറി ഡേറ്റ് ഉള്ള മരുന്നുകൾ ഫ്രണ്ടിലും കൂടുതൽ എക്സ്പയറി ഡേറ്റ് ഉള്ള മരുന്നുകൾ പുറകിലുമായിട്ട് കീപ്പ് ചെയ്യണം. അതൊക്കെ നമ്മൾ പറഞ്ഞു. ഫിഫോ പറഞ്ഞത് ഓർക്കില്ലേ? ഫസ്റ്റ് ഇൻ ഫസ്റ്റ് ഔട്ട് ആ ഒരു പ്രൊസീജിയർ ഒക്കെ ഫോളോ ചെയ്യാൻ. അപ്പൊ നിങ്ങൾക്ക് അങ്ങനെ ഒരു ചോദ്യം പ്രതീക്ഷിക്കാം കേട്ടോ. ഏത് ഡ്രഗ്സുകളാണ് നമ്മുടെ ആൽഫബറ്റിക്കൽ ഓർഡറിലെ ക്യാബിനറ്റിൽ നമ്മൾ എന്താണ് സെറ്റ് ചെയ്യുന്നത് എന്ന് വെച്ചാൽ അത് ഏത് ഡ്രഗ്സ് ആണ്? ജനറൽ ഡ്രഗ്സ് ആണ് കേട്ടോ. പൊതുവായിട്ടുള്ള മരുന്നുകളാണ്. ഇനി നമുക്ക് രണ്ടാമത്തേലോട്ട് പോവാം. രണ്ടാമത്തെ എന്താണ്? നാർക്കോട്ടിക് ഡ്രഗ്സ്. എന്താണ് നാർക്കോട്ടിക് ഡ്രഗ്സ്? എന്താണ് നാർക്കോട്ടിക് ഡ്രഗ്സ് എന്ന് പറഞ്ഞാല്? നാർക്കോട്ടിക് എന്ന് പറഞ്ഞാൽ എന്താ ഉദ്ദേശിക്കുന്നത്? നമ്മൾക്ക് ഒരു മരവിപ്പ് ഉണ്ടാക്കുന്നതോ അല്ലെങ്കിൽ നമ്മളെ തളർത്തുന്നതോ ആയിട്ടുള്ള ചില സൈക്കോ ആക്റ്റീവ് ആയിട്ടുള്ള മരുന്നുകളെയാണ് നമ്മൾ നാർക്കോട്ടിക് ഡ്രഗ്സ് എന്ന് പറയുന്നത്. അല്ലെ? നാർക്കോട്ടിക് ഡ്രഗ്സ്. അതെ സാധ്യത തളർത്തുന്ന തരത്തിൽ അല്ലെ? നമ്മൾ സാധാരണയായിട്ട് അത് സെഡേഷൻ കൊടുക്കാൻ അല്ലെങ്കിൽ നമ്മൾ അനസ്തേഷ്യ അങ്ങനെയുള്ള. ഓക്കെ ജംഗ്ഷനി ഗുഡ് മോർണിംഗ് ട്ടാ. എല്ലാവർക്കും ഗുഡ് മോർണിംഗ്. പിന്നെ നമ്മുടെ സിയനൊന്നും കാണാൻ പറ്റിയല്ലോ. സിയ, ജസ്മിനി അവരൊക്കെ കുറച്ചതായി ഒന്നും കണ്ടിട്ട്. എല്ലാവരും ഉണ്ടോ ക്ലാസ്സിൽ? എന്തെങ്കിലും കാര്യങ്ങളായിട്ട് ബിസി ആയിരിക്കും അല്ലെ? ഗുഡ് മോർണിംഗ് ശ്രീലക്ഷ്മി. ശരി. അപ്പൊ നമുക്ക് നിങ്ങൾ അത്തരത്തിലുള്ള മരുന്നുകൾ അല്ലെ സെഡേഷൻ കൊടുക്കുക അല്ലെങ്കിൽ ഹിപ്നോട്ടിക് പർപ്പസിനൊക്കെ ആയിട്ട് ഉപയോഗിക്കുന്ന. ഓക്കെ ജസ്മിനി. വേറെ ഐഡിയ ഇല്ലാന്ന് കേട്ടിരുന്നു. ശരി. സിയനെ കണ്ടിട്ട് കുറച്ച് ദിവസമായി തോന്നുന്നു. സിയ അല്ലെ? ഓക്കെ. അപ്പൊ നോക്കാം. അപ്പൊ ഇത്തരത്തിലുള്ള നാർക്കോട്ടിക് മരുന്നുകള് നമ്മൾ സ്റ്റോർ ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ എന്തൊക്കെയാണ്? നമുക്ക് 3 പോയിന്റ്സ് ഉള്ളൂ. സിമ്പിൾ ആണ്. നോക്കിക്കേ, എന്താണ് ഫസ്റ്റ് പോയിന്റ് പറയുന്നത്? There should be different special organization for narcotic drugs
ലൈക്ക് മോർഫിൻ, പെത്തിഡിൻ, ബാർബിറ്റ്യൂറേറ്റ്സ്. കേട്ടോ, എന്താണ് ഈ മോർഫിൻ, പെത്തിഡിൻ, ബാർബിറ്റ്യൂറേറ്റ്സ്, അങ്ങനെയുള്ള ഇതൊക്കെ എന്താണ് നാർക്കോട്ടിക് ഡ്രഗ്സുകളാണ്. ഇതിന്റെ പേരുകൾ നിങ്ങൾ നോട്ട് ചെയ്ത് വെക്കണം കേട്ടോ. അപ്പൊ ഇത്തരം മരുന്നുകൾ, ഇത്തരം നാർക്കോട്ടിക് മരുന്നുകൾ നമ്മൾ എന്ത് ചെയ്യുന്ന പറയുന്നത്, ഡിഫറെന്റ് ആയിട്ടുള്ള, അതായത് വ്യത്യസ്തമായിട്ടുള്ള ഒരു സ്പെഷ്യൽ ക്യാബിനറ്റിൽ വേണം നമ്മളത് സ്റ്റോർ ചെയ്യാനായിട്ട്. മറ്റുള്ള നമ്മൾ ജനറൽ ഡ്രഗ്സ് കീപ്പ് ചെയ്യുന്ന പോലെ അങ്ങനെയല്ല സ്റ്റോർ ചെയ്യുന്നത്. നാർക്കോട്ടിക് ഡ്രഗ്സുകൾ പ്രത്യേകമായിട്ട് ഒരു സ്പെഷ്യൽ ക്യാബിനറ്റിൽ വേണം നമ്മൾ സ്റ്റോർ ചെയ്യാനായിട്ട്. കാര്യം എന്താണെന്ന് വെച്ചാൽ അത് ശരിയായ രീതിയിൽ സ്റ്റോർ ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ അത് മിസ്യൂസ് ചെയ്യപ്പെടാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. മനസ്സിലായി? അതിൽ നിന്ന് നമുക്കൊരു ചോദ്യം എക്സ്പെക്ട് ചെയ്യാം. അപ്പൊ നിങ്ങളോട് ചോദിക്കുകയാണ്, ഈ പറയുന്ന മോർഫിൻ, പെത്തിഡിൻ, ബാർബിറ്റ്യൂറേറ്റ്സ് അങ്ങനെയുള്ള പേരുകൾ തന്നിട്ട്, അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും കൂടെ പേര് തന്നിട്ട് ഇതിന്റെ നാർക്കോട്ടിക് ഡ്രഗ് ഏതാണെന്ന് തിരിച്ചറിയാൻ പറയാം. അല്ലെങ്കിൽ ഡാഷ് ഇസ് എ നാർക്കോട്ടിക് ഡ്രഗ് എന്ന് പറഞ്ഞിട്ട് ഈ പറയുന്ന ഇതൊക്കെ ഓപ്ഷനിൽ കാണാം കേട്ടോ. ഏതാണെന്ന് നിങ്ങൾക്ക് തിരിച്ചറിയാനായിട്ട് സാധിക്കണം. മോർഫിനൊക്കെ നമ്മൾ പലപ്പോഴും കേട്ടിട്ടുണ്ട് അല്ലെ, പെത്തിഡിനും കേട്ടിട്ടുണ്ട്, സിനിമയിലൊക്കെ കേട്ടിട്ടുണ്ട് പെത്തിഡിൻ അല്ലെ. പിന്നെന്താണ് ബാർബിറ്റ്യൂറേറ്റ്സ് എന്ന് പറയുന്നത് ഒരു ഹിപ്നോട്ടിക് ഡ്രഗ് ആണ് കേട്ടോ. അങ്ങനെയുള്ളൊരു ഡ്രഗ് ആണ്. അപ്പൊ അത് ഈ പേരുകൾ നോട്ട് ചെയ്തിരിക്കാം. മോർഫിൻ, പെത്തിഡിൻ, ബാർബിറ്റ്യൂറേറ്റ്സ് എന്ന് കേട്ടാൽ അത് നാർക്കോട്ടിക് ഡ്രഗ്സുകളാണ്. അവ പ്രത്യേകം സ്പെഷ്യൽ ക്യാബിനറ്റിലായിട്ട് വേണം സ്റ്റോർ ചെയ്യാനായിട്ട്. രണ്ടാമത്തെ പോയിന്റ് എന്താണ് പറയുന്നത്, പ്രിസൈസ് റെക്കോർഡിംഗ് ഷുഡ് ബി മെയിൻറ്റൈൻഡ്. പ്രിസൈസ് എന്ന് പറഞ്ഞ വാക്കിന്റെ അർത്ഥം എന്താണ്, കൃത്യമായത് അല്ലെ. കൃത്യമായിട്ടുള്ള റെക്കോർഡിംഗ് ഇവയെ സംബന്ധിച്ച് ഉണ്ടായിരിക്കണം, സ്റ്റോർ ചെയ്തിരിക്കണം. കാര്യം ഞാൻ പറഞ്ഞു, നാർക്കോട്ടിക് ഡ്രഗ്സ് ആണ്, അത് നമ്മൾ മെഡിക്കൽ പർപ്പസിൽ ഉപയോഗിക്കുന്നതാണ്. വേറെ രീതിയിലൊക്കെ മിസ്യൂസ് ചെയ്യപ്പെടാനുള്ള അതെ ഷർപ്പിൻസ് കറക്റ്റ് ആണ്, ആക്യുറേറ്റ് ആണ് അർത്ഥം. പ്രിസൈസ്, കൃത്യമായ, ആക്യുറേറ്റ്. ഈ നാർക്കോട്ടിക് ഡ്രഗ്സ് സ്റ്റോർ ചെയ്യുന്നുണ്ടെങ്കിൽ അതിന്റെ കൃത്യമായിട്ടുള്ള റെക്കോർഡിംഗ് അവിടെ നിലനിർത്തിയിരിക്കണം. പിന്നെന്താണ് പറയുന്നത്, ഓൾവേസ് ടു ബി സ്റ്റോർഡ് അണ്ടർ ലോക്ക് ആൻഡ് കീ. അതായത് സാധാരണ നമ്മൾ ലോക്ക് ചെയ്ത് വെച്ച് വേണം ഇത്തരം മരുന്നുകൾ നമ്മൾ ഫാർമസിയിൽ സ്റ്റോർ ചെയ്യാനായിട്ട്. ശരിക്കും പറഞ്ഞാൽ ഡബിൾ ലോക്ക്ഡ് ആയിട്ടുള്ള കമ്പാർട്ട്മെന്റ്സിലൊക്കെയാണ് ഇത്തരം നാർക്കോട്ടിക് ഡ്രഗ്സുകളൊക്കെ കീപ്പ് ചെയ്യുന്നത് കേട്ടോ. അത്രയുള്ള പോയിന്റ്സ് സിമ്പിൾ അല്ലേ. എന്തൊക്കെയാ പറഞ്ഞത്, മോർഫിൻ, പെത്തിഡിൻ, ബാർബിറ്റ്യൂറേറ്റ്സ് പോലെയുള്ള നാർക്കോട്ടിക് ഡ്രഗ്സുകളെല്ലാം തന്നെ ഒരു സ്പെഷ്യൽ ക്യാബിനറ്റിൽ വേണം സ്റ്റോർ ചെയ്യാനായിട്ട്. അത് മാത്രമല്ല അവയെ സംബന്ധിച്ചുള്ള പ്രിസൈസ് ആയിട്ടുള്ള റെക്കോർഡിംഗ്, ആക്യുറേറ്റ് ആയിട്ടുള്ള റെക്കോർഡിംഗ് എപ്പോഴും നിലനിർത്തിയിട്ടുണ്ടായിരിക്കണം. അത് മാത്രമല്ല ഇത്തരം മരുന്നുകൾ നമ്മൾ ലോക്ക് ചെയ്ത് വേണം സ്റ്റോർ ചെയ്യാനായിട്ട്. ഓക്കെ ആണല്ലോ. ശരി, അടുത്തതാണ് മൂന്നാമത്തെയാണെന്ത്, ഇൻഫ്ലേമബിൾ ഡ്രഗ്സ്. ഇൻഫ്ലേമബിൾ എന്ന് പറഞ്ഞാൽ എന്താ ഉദ്ദേശിക്കുന്നത്, പെട്ടെന്ന് തീ പിടിക്കുന്ന തരത്തിൽ എന്നുവെച്ചാൽ വളരെ ചില ഭൗതിക സാഹചര്യങ്ങളോട് വളരെ സെൻസിറ്റീവ് ആയിട്ടുള്ള ചില മരുന്നുകൾ ഉണ്ടായിരിക്കും അല്ലെ. ഇപ്പൊ നമ്മൾ ഇഞ്ചക്ഷൻ ഒക്കെ എടുക്കുന്ന സമയത്ത് ഇഞ്ചക്ഷൻ എടുക്കുന്നതിനേക്കാളും മുമ്പായിട്ട് പനിയിൽ നനച്ചിട്ട് നമ്മുടെ ഇവിടെ തുടയ്ക്കാറില്ലേ, നേരെ തണുപ്പ് നമുക്ക് അനുഭവപ്പെടും. സ്പിരിറ്റ് ആണ് കേട്ടോ, മെഡിക്കൽ പർപ്പസിനൊക്കെ ഉപയോഗിക്കുന്നതാണ്. അതൊക്കെ ഇൻഫ്ലേമബിൾ ആണ്. ഈ ആൽക്കഹോൾ, സ്പിരിറ്റ് എന്നൊക്കെ പറഞ്ഞാൽ പെട്ടെന്ന് തീ പിടിക്കും. അപ്പൊ അത്തരം ഇൻഫ്ലേമബിൾ ഡ്രഗ്സ് നമ്മൾ സ്റ്റോർ ചെയ്യുമ്പോൾ എന്തെല്ലാം കാര്യങ്ങളാണ് ശ്രദ്ധിക്കേണ്ടത്. ഒന്നാമത്തെ പോയിന്റ് നമുക്ക് നോക്കാം, ഡിഫറെന്റ് എൻക്ലോഷർ ടു ബി മെയ്ഡ് ഫോർ ഈസിലി കൈൻഡിൽഡ് തിങ്സ് ലൈക്ക് സ്പിരിറ്റ്, ഗ്യാസസ് ആൻഡ് കെമിക്കൽസ്. എന്താണ് സുസ്മിനി? സ്റ്റോറേജ് ഡ്രഗ്സ് ഒന്നുകൂടെ പറയാമോ? കോൾഡ് സ്റ്റോറേജ് ഡ്രഗ്സ് നമ്മൾ പറയാൻ പോകുന്നുള്ളൂ കേട്ടോ. സ്റ്റോറേജ് ആണോ പറയേണ്ടത്? സ്റ്റോറേജ് പറയാം. അപ്പോ ഇൻഫ്ലേമബിൾ ഡ്രഗ്സ്, അപ്പൊ ഇത്തരത്തിലുള്ള എന്താണ് വളരെ സെൻസിറ്റീവ് ആയിട്ടുള്ള, ഈസിലി കൈൻഡിൽഡ് എന്ന് വെച്ചാൽ വളരെ സെൻസിറ്റീവ് ആയിട്ടുള്ള ചില മരുന്നുകൾ ഉണ്ടാവും. മെഡിക്കൽ പർപ്പസിന് വേണ്ടിയിട്ട് നമ്മൾ വലിയ സ്പിരിറ്റ് അല്ലെങ്കിൽ ചില ഗ്യാസസ്, കെമിക്കൽസ് അല്ലെ, രാസവസ്തുക്കൾ നമ്മൾ മെഡിക്കൽ പർപ്പസിന് വേണ്ടിയിട്ട് ഉപയോഗിക്കുന്നതാവും. അപ്പൊ അത്തരം ഡ്രഗ്സുകളെല്ലാം തന്നെ നമ്മൾ ഡിഫറെന്റ് എൻക്ലോഷർ എന്ന് പറഞ്ഞാൽ വേറൊന്നും തന്നെ ഉദ്ദേശിക്കുന്നത് ഒരു സ്പെഷ്യൽ ക്യാബിനറ്റിൽ അല്ലെങ്കിൽ ആ രീതിയിൽ വേണം നമ്മൾ അവിടെ സ്റ്റോർ ചെയ്യാനായിട്ട്. മറ്റുള്ള മരുന്നുകളുടെ കൂടെ കൂട്ടിക്കൊഴിച്ച് അലക്ഷ്യമായ രീതിയിലല്ല അത് സ്റ്റോർ ചെയ്തത്. അതിനായിട്ടൊരു ഡിഫറെന്റ് എൻക്ലോഷർ ഉണ്ടായിരിക്കണം, പ്രത്യേകമായിട്ടുള്ള ക്യാബിനറ്റ് ഉണ്ടായിരിക്കണം. മനസ്സിലായല്ലോ? പിന്നെന്താണ്, സഫിഷ്യന്റ് വെന്റിലേഷൻ ആൻഡ് ഫയർ ഫൈറ്റിംഗ് അറേഞ്ച്മെന്റ്സ്. ആവശ്യത്തിനുള്ള വായു പ്രവാഹവും അതുപോലെ തന്നെ അഗ്നിശമന ക്രമീകരണങ്ങളുള്ള ഒരു റൂമിലായിരിക്കണം ഇത്തരം മരുന്നുകൾ സ്റ്റോർ ചെയ്യേണ്ടത്. കാര്യം ഇൻഫ്ലേമബിൾ ഡ്രഗ്സ് ആണല്ലേ. അപ്പൊ എന്തെങ്കിലും ഇഷ്യൂസ്, പ്രശ്നങ്ങളൊക്കെ വന്നു കഴിഞ്ഞാൽ ഫയർ ഫൈറ്റിംഗ് അറേഞ്ച്മെന്റ്സും അവിടെ ഉണ്ടായിരിക്കണം. ആവശ്യത്തിനുള്ള വായു പ്രവാഹവും അഗ്നിശമന ക്രമീകരണവും ഉള്ള ഒരു റൂമിലായിരിക്കണം ഇത്തരം മരുന്നുകൾ നമ്മൾ സ്റ്റോർ ചെയ്യേണ്ടത്. ഓക്കെ ആണല്ലോ. പിന്നെന്താണ് പറയുന്നത്, എക്സ്പോസ്ഡ് ഫാൻസ് ഫോർ എയർ ടു പാസ് ത്രൂ ഇറ്റ്. അതായത് എക്സ്പോസിറ്റീവ് ഫാനുകൾ ഉണ്ടായിട്ട് തീ പിടിച്ചു അല്ല പുകയും കാര്യങ്ങളൊക്കെ വന്ന പുകയെ പുറത്തേക്ക് വിടണമെങ്കിൽ നമുക്ക് എക്സ്പോസിറ്റീവ് ഫാൻസുകൾ വേണം അല്ലേ. അപ്പൊ ഈ പറയുന്ന എല്ലാ സൗകര്യങ്ങളോടും കൂടിയിട്ടായിരിക്കണം ഇൻഫ്ലേമബിൾ ഡ്രഗ്സ് നമ്മൾ സ്റ്റോർ ചെയ്യും.
സിമ്പിൾ ആണല്ലോ. അപ്പൊ ആവശ്യത്തിന് വായുപ്രവാഹം അഗ്നിശമന ക്രമീകരണങ്ങളും ഉണ്ടായിരിക്കണം, എക്സ്പോസ്റ്റീവ് ഫാൻ ഉണ്ടായിരിക്കണം. അതുപോലെ ഇത്തരം മരുന്നുകൾ നമ്മൾ സ്പെഷ്യൽ ക്യാബിനറ്റിൽ വേണം സൂക്ഷിക്കാനായിട്ട്. ക്ലിയർ ആണല്ലോ? ഓക്കെ. അടുത്തതാണ് കോൾഡ് സ്റ്റോറേജ് ഡ്രഗ്സ്. കോൾഡ് സ്റ്റോറേജ് ഡ്രഗ്സ് അവിടെ നിന്ന് ഒരു 2-3 ക്വസ്റ്റ്യൻസ് എക്സ്പെക്ട് ചെയ്യാം കേട്ടോ. അതുകൊണ്ട് പ്രത്യേകം നോട്ട് ചെയ്യാം ചില കാര്യങ്ങൾ. ഒന്നാമത്തെ പോയിന്റ് പറയുന്നത് കോൾഡ് സ്റ്റോറേജ് എന്ന് പറയുമ്പോൾ പേര് കേട്ടാൽ തന്നെ അറിയാം. നമുക്ക് ഒന്നില്ലെങ്കിൽ റെഫ്രിജറേറ്റർ അല്ലെങ്കിൽ ഫ്രീസ് ചെയ്ത് സൂക്ഷിക്കേണ്ടതായിട്ടുള്ള ചില മരുന്നുകളുണ്ട്. അതെ, കറക്റ്റ് ആണ്. ഇൻസുലിൻ, ആന്റിബയോട്ടിക്സ് ഒക്കെ അറിയാലോ. അതൊക്കെ നമ്മൾ ഫ്രീസ്, ചിലത് നമ്മൾ ഈ പറയുന്ന റെഫ്രിജറേറ്ററിന്റെ ഡോറിൽ കീപ്പ് ചെയ്യുന്ന ചില മരുന്നുകളുണ്ട്. ചിലത് നമുക്ക് കുറെ കൂടി ഡീപ്പായിട്ട് പൊസിഷൻ ചെയ്യേണ്ട, അതായത് ഫ്രീസ് ചെയ്ത് സൂക്ഷിക്കേണ്ട ചില മരുന്നുകളൊക്കെ ഉണ്ട്. നമുക്ക് ഏതൊക്കെയാണെന്ന് നോക്കാം. ഒന്നാമത്തെ പോയിന്റ് ഇതാണ്. ഡ്രഗ്സ് such as antibiotics, നോട്ട് ചെയ്ത് വെക്കണം കേട്ടോ. ആന്റിബയോട്ടിക്സ്, വിറ്റമിൻസ്, ലിവർ എക്സ്ട്രാക്ട്സ് ഷുഡ് ബി ഇൻ സ്റ്റോർ കോൾഡ് റൂം ബിറ്റ്വീൻ 15 ഡിഗ്രി സെന്റിഗ്രേഡ്. സിമ്പൽ മാറിയിട്ടുണ്ട് കേട്ടോ. പെർസെന്റേജിന്റെ സിമ്പൽ ആണ് അവർ ഇട്ടേക്കുന്നത്. അത് മാറ്റിയത് ഡിഗ്രി സെന്റിഗ്രേഡ് ആണ് കേട്ടോ. ടെമ്പറേച്ചർ റേഞ്ച് ആണ് അവിടെ പറയുന്നത്. 15 ഡിഗ്രി സെന്റിഗ്രേഡ് ടു 20 ഡിഗ്രി സെന്റിഗ്രേഡ്. ഇതാണ് പറയുന്നത്. ഇങ്ങനെയുള്ള മരുന്നുകളാണ് ആന്റിബയോട്ടിക്സ്, വിറ്റമിൻസ്, ലിവർ എക്സ്ട്രാക്ട്, അങ്ങനെയുള്ള ചില മരുന്നുകൾ ഉണ്ടായിരിക്കും. ഓക്കെ. അപ്പൊ അത്തരം മരുന്നുകളൊക്കെ നമ്മൾ ഒരു 15 ഡിഗ്രി സെന്റിഗ്രേഡിനും 20 ഡിഗ്രി സെന്റിഗ്രേഡിലുള്ള ആ ഒരു ടെമ്പറേച്ചർ റേഞ്ചിൽ വേണം സൂക്ഷിക്കാൻ. എന്ന് പറഞ്ഞാൽ ബാക്കി മുഴുവൻ തണുപ്പാണ് ഇല്ല, അത്രയും ടെമ്പറേച്ചർ റേഞ്ച് വരുന്നത് ബാക്കി തണുപ്പാണ് അല്ലെ. അപ്പൊ ആ രീതിയിൽ വേണം. അതുകൊണ്ടാണ് കോൾഡ് സ്റ്റോറേജ് എന്ന് പറയുന്നത് കേട്ടോ. എന്താണ് സുഷ? ഇപ്പൊ പറഞ്ഞതാണ്. അതായത് കോൾഡ് സ്റ്റോറേജ് ഡ്രഗ്സ് എന്ന് പറഞ്ഞാൽ എന്താണ്? നമ്മൾ തണുപ്പിൽ സൂക്ഷിക്കേണ്ടത്, റെഫ്രിജറേറ്ററിൽ സൂക്ഷിക്കേണ്ടതായിട്ടുള്ള ചില മരുന്നുകളുണ്ട്. അത് ഏതൊക്കെയാണെന്നാണ് അത് സൂക്ഷിക്കുന്നത് ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളാണ് നമ്മൾ പറയുന്നത്. ഒന്നാമത്തെ പോയിന്റ് എന്താണ്? ഡ്രഗ്സ് സച്ച് ആസ് ആന്റിബയോട്ടിക്സ്. ആന്റിബയോട്ടിക്സ് ഉണ്ട്, അതുപോലെ വിറ്റമിൻസ്, പിന്നെന്താണ് ലിവർ എക്സ്ട്രാക്ട്. ചില അനിമൽസിന്റെ ലിവർ എടുക്കുന്ന ചില എക്സ്ട്രാക്ട് നമ്മൾ മെഡിസിനൽ പർപ്പസിന് വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്നുണ്ട്. അപ്പൊ അത്തരത്തിലുള്ള ലിവർ എക്സ്ട്രാക്ട് ഇതെല്ലാം തന്നെ ഷുഡ് ബി ഇൻ സ്റ്റോർ കോൾഡ് റൂം ബിറ്റ്വീൻ 15 ഡിഗ്രി സെന്റിഗ്രേഡ് ടു 20 ഡിഗ്രി സെന്റിഗ്രേഡ് എന്ന് പറഞ്ഞാൽ അത്രയും ടെമ്പറേച്ചർ മതി അവയ്ക്ക്. 15 ഡിഗ്രി സെന്റിഗ്രേഡ് ടു 20 ഡിഗ്രി സെന്റിഗ്രേഡ് റേഞ്ചിലായിരിക്കണം അത്തരം മരുന്നുകൾ സൂക്ഷിക്കേണ്ടത്. ടെമ്പറേച്ചർ റേഞ്ച് അത്രയേ ഉള്ളൂ എന്ന് പറഞ്ഞാൽ ബാക്കി മുഴുവൻ തണുപ്പാണ്. മനസ്സിലായോ? 15 തൊട്ട് 20 വരെ ടെമ്പറേച്ചർ റേഞ്ച് ആണെങ്കിൽ ബാക്കി ഫുൾ എന്താണ്? തണുപ്പാണ്. കൂടുതൽ തണുപ്പിലാണ് അത് സൂക്ഷിക്കുന്നത്. നിങ്ങൾ പഠിക്കേണ്ടത് ഈ ഒരു ടെമ്പറേച്ചർ റേഞ്ച് നിങ്ങൾ പഠിച്ചു വെക്കണം. ചിലത് ചോദിക്കാം ആന്റിബയോട്ടിക്സ്, വിറ്റമിൻസ്, ലിവർ എക്സ്ട്രാക്ട് ഇവയെല്ലാം തന്നെ സ്റ്റോർ ചെയ്യുന്നത് ഏത് ടെമ്പറേച്ചർ റേഞ്ചിലാണ്? അത് കുറച്ച് ഓപ്ഷൻസ് നിങ്ങൾക്ക് തരാം. അപ്പൊ കൃത്യമായിട്ട് ആ ഒരു ടെമ്പറേച്ചർ റേഞ്ച് പഠിച്ചു വെക്കാം കേട്ടോ. 15 ഡിഗ്രി സെന്റിഗ്രേഡ് ടു 20 ഡിഗ്രി സെന്റിഗ്രേഡ് ഇങ്ങനെയുള്ള മരുന്നുകളാണെന്നും കൂടെ ഓർക്കാം. ആന്റിബയോട്ടിക്സ്, വിറ്റമിൻസ്, ലിവർ എക്സ്ട്രാക്ട്. ക്ലിയർ ആണല്ലോ? അടുത്തത് എന്താണ്? സെക്കൻഡ് പോയിന്റ്. സുഷിക്ക് ക്ലിയർ ആയില്ലേ? അടുത്തത് എന്താണ്? ദ റൂം ഷുഡ് ബി എയർ കണ്ടീഷൻഡ് വിത്ത് ടെമ്പറേച്ചർ കൺട്രോൾ ഫെസിലിറ്റി. ഇങ്ങനെയുള്ള കോൾഡ് റൂമുകൾ എന്ന് പറഞ്ഞാൽ അതെന്തായിരിക്കണം? എയർ കണ്ടീഷനിങ് ആയിരിക്കണം അല്ലെ. AC റൂമുകൾ ആയിരിക്കണം. വിത്ത് എന്തുകൂടി ഉണ്ടായിരിക്കണം? ടെമ്പറേച്ചർ കൺട്രോൾ ഫെസിലിറ്റി അല്ലെ. ടെമ്പറേച്ചർ കൺട്രോൾ ചെയ്യാനുള്ള സൗകര്യത്തോടു കൂടി അതിന് വേണ്ടിയിട്ടാണ് എന്ത് ചെയ്യുന്നത്? എയർ കണ്ടീഷണർ. ഫുൾ എയറിനാക്കെന്ന് വെച്ചാൽ മിനിമം ടെമ്പറേച്ചർ ലെവൽ വേണം കേട്ടോ. അത് അനുയോജ്യമായ രീതിയിൽ നിലനിർത്തുന്ന രീതിയിൽ എയർ കണ്ടീഷനിങ് ആയിരിക്കണം ഈ പറയുന്ന റൂമുകൾ. ഓക്കെ. പിന്നെന്താണ്? ഡ്രഗ്സ് ലൈക്ക്, അടുത്ത പോയിന്റ് ആണ് ഈ പറയുന്നത്. ഡ്രഗ്സ് ലൈക്ക് വാക്സിൻസ്, സെറം. സെറാണ് എഴുതി വെച്ചിരിക്കുന്നത്, സെറം ആണ് കേട്ടോ. സെറം, ഹോർമോൺസ് എക്സെട്ര ഹാവ് ടു ബി സ്റ്റോർഡ് അറ്റ് 2 to 8 ഡിഗ്രി സെന്റിഗ്രേഡ് ഇൻ ഡീപ്പ് ഫ്രീസേഴ്സ് ഓർ വാക്കിംഗ് കൂളർ. നേരത്തെ പറഞ്ഞ ടെമ്പറേച്ചർ റേഞ്ചിനേക്കാളും താഴെയാണ് അല്ലെ. വെറും 2 തൊട്ട് 8 ഡിഗ്രി സെന്റിഗ്രേഡ് റേഞ്ചിൽ സൂക്ഷിക്കേണ്ട മരുന്നുകളാണ് ഈ പറയുന്ന വാക്സിൻ, സെറം, അതുപോലെ തന്നെ ഹോർമോൺസ് കേട്ടോ. അങ്ങനെയുള്ള മരുന്നുകളെല്ലാം തന്നെ നമ്മൾ 2 ഡിഗ്രി സെന്റിഗ്രേഡ് തൊട്ട് 8 ഡിഗ്രി, തീരെ ടെമ്പറേച്ചർ കുറവാണ് പറയാം. ബാക്കി മുഴുവൻ തണുപ്പെന്ന് പറയുമ്പോൾ എന്താണ്? ഫ്രീസറിലാണ് അത്രയും അങ്ങനെയുള്ള മരുന്നുകൾ നമ്മൾ സ്റ്റോർ ചെയ്യേണ്ടത്. അതാണ് ഇൻ ഡീപ്പ് ഫ്രീസേഴ്സ് ഓഫ് വാക്കിംഗ് കൂളർ. അപ്പോഴും നിങ്ങൾ ഇവിടെ നോട്ട് ചെയ്യണം, ടെമ്പറേച്ചർ റേഞ്ച് നിങ്ങൾ നോട്ട് ചെയ്യണം, എന്തൊക്കെ ഡ്രഗ്സുകളാണെന്നുള്ളത് മനസ്സിലാക്കണം. ഏതൊക്കെയാണ്? വാക്സിൻ, സെറം, ഹോർമോൺസ് ആണെങ്കിൽ 2 to 8 ഡിഗ്രി സെന്റിഗ്രേഡ് പറഞ്ഞ് ഡീപ്പ് ഫ്രീസറിൽ വേണം സൂക്ഷിക്കാനായിട്ട്. അതേസമയം ആന്റിബയോട്ടിക്സ്, വിറ്റാമിൻസ്, ലിവർ എക്സ്ട്രാക്ട് ആണ് ചോദിക്കുന്നതെങ്കിൽ അതിന്റെ ടെമ്പറേച്ചർ റേഞ്ച് എത്രയാണ്? 15 ഡിഗ്രി സെന്റിഗ്രേഡ് ടു 20 ഡിഗ്രി സെന്റിഗ്രേഡ് ആണ്. നമ്മള് ഈ കുഞ്ഞുങ്ങളൊക്കെ ഉള്ള അമ്മമാർക്ക് അറിയാൻ പറ്റും. നമ്മള് ഈ ഹെൽത്ത് സെന്ററിൽ നിന്നൊക്കെ ചില ദിവസങ്ങളില് വീക്കെൻഡിലൊക്കെ ചില മാസത്തിലൊക്കെ ഒരു വെള്ളിയാഴ്ച അങ്കണവാടിയിലൊക്കെ വാക്സിൻ കൊടുക്കും കുട്ടികൾക്ക്.
അപ്പൊ ഈ പ്രൈമറി ഹെൽത്ത് സെന്ററിൽ നിന്ന് ഡോക്ടർമാരും നഴ്സുമാരൊക്കെ വന്നിട്ട് ആ ലൊക്കാലിറ്റികളിലെ കുട്ടികൾക്കൊക്കെ ഈ പറയുന്ന വാക്സിനേഷൻ കൊടുക്കും അങ്കണവാടിയില് അല്ലെ. അപ്പോ നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടാവും അവര് വരുമ്പോഴേ അവർ ഈ വാക്സിനൊക്കെ കൊണ്ടുവരുമ്പോൾ ചെറിയൊരു സൂട്ട് കേസ് പോലെ കണ്ടിട്ടുണ്ട്. ഈ നഴ്സുമാരുടെ കയ്യിൽ ചെറിയൊരു സൂട്ട് കേസ് പോലെ തോന്നും. അങ്ങനെ ഒരു ഇതിലാണ് അവരുടെ വാക്സിൻസ് ഉള്ളത്. ഫ്രീസറാണ് ശരിക്കും, ഒരു ബിഗ് ഫ്രീസറാണ് കേട്ടോ. അതിനകത്താണ് വാക്സിൻസ് ഒക്കെ അവർ കീപ്പ് ചെയ്യുക. എന്നിട്ട് ആ ടൈം ആകുമ്പോൾ അത് തുറന്നിട്ട് അവർ വാക്സിൻ പൊട്ടിച്ചിട്ട് കുഞ്ഞുങ്ങൾക്ക് എടുക്കുകയാണ് ചെയ്യുന്നത് കേട്ടോ. കണ്ടിട്ടില്ലേ, ചെറിയൊരു സൂട്ട്കേസ് പോലെ കൊണ്ടുവരുന്നതാണ്, ഫ്രീസ് ചെയ്യുന്നതാണ്. ഇത്തരത്തിൽ കാരണം വാക്സിൻസ് ഒക്കെ അങ്ങനെയാണ് ബിഗ് ഫ്രീസറിൽ വേണം സൂക്ഷിക്കാനായിട്ട്. അതിന് പുറത്തെടുത്ത് കഴിഞ്ഞാൽ ചില ടെമ്പറേച്ചർ വാരിയേഷൻ വരുമ്പോൾ ഇതിലൊക്കെ മാറ്റങ്ങൾ വരും. വാരിയേഷൻസ് ഒക്കെ കണ്ടിട്ടില്ലേ? ഓക്കെ, അതാണ് കേട്ടോ. അപ്പൊ ഇത്തരത്തിലുള്ള വാക്സിൻസ്, സെറം, ഹോർമോൺസുകൾ ഇവയെല്ലാം തന്നെ നമ്മൾ ഡീപ്പ് ഫ്രീസറിൽ വേണം സൂക്ഷിക്കാനായിട്ട്. ടെമ്പറേച്ചർ റേഞ്ച് നോട്ട് ചെയ്ത് വെക്കുക. 2 ഡിഗ്രി സെന്റിഗ്രേഡ് ടു 8 ഡിഗ്രി സെന്റിഗ്രേഡ്. അതന്നെ ഫ്രീസർ ബോക്സ്. അടുത്തത് എന്താണ്? ടെമ്പറേച്ചർ എക്സിബിറ്റിംഗ് ത്രൂ ഡയൽ തെർമോമീറ്റർ ആൻഡ് ടെമ്പറേച്ചർ ചാർട്ടിംഗ്. ഇനി ഇതൊക്കെ സ്റ്റോർ ചെയ്യുന്ന ആ റൂമിനകത്ത് എന്ത് വേണം? ഒരു ടെമ്പറേച്ചർ എപ്പോഴും എക്സിബിറ്റ് ചെയ്തിരിക്കണം. മനസ്സിലായോ? ടെമ്പറേച്ചർ എപ്പോഴും നമ്മൾ അവിടെ പ്രദർശിപ്പിച്ചിരിക്കണം. ഇതിന്റെ സഹായത്തോട് കൂടിയിട്ടാണ് ഡയൽ തെർമോമീറ്റർ ആൻഡ് ടെമ്പറേച്ചർ ചാർട്ടിംഗ്. ഡയൽ തെർമോമീറ്റർ എന്ന് പറഞ്ഞ ഒരു ഡിവൈസ് ആണ് കേട്ടോ. റൗണ്ടിൽ ഇരിക്കുന്ന ഒരു ഡിവൈസ് ആണ്. അതിനകത്ത് കറക്റ്റ് ആയിട്ട് എത്രയാണ് ആ റൂമിലെ ടെമ്പറേച്ചർ എന്നുള്ളത് കൃത്യമായിട്ട് അതിനകത്ത് കാണിക്കും കേട്ടോ. ആ രീതിയിലും പിന്നെ ടെമ്പറേച്ചർ ചാർട്ടിംഗ്, ചാർട്ട് ഉണ്ടാവും. ഇത്ര റേഞ്ച് മുതൽ ഇത്ര അങ്ങനെയൊക്കെ കാണിക്കുന്ന ചാർട്ട് ഉണ്ടാവും. അതിലൂടെ വേണം നമ്മൾ അത്തരം റൂമുകളിൽ ടെമ്പറേച്ചർ എക്സിബിറ്റ് ചെയ്യാനായിട്ട് കേട്ടോ. കാര്യം മരുന്നുകളൊക്കെ കീപ്പ് ചെയ്യുന്നതിന് പ്രത്യേക പർട്ടിക്കുലർ ടെമ്പറേച്ചർ ഉണ്ട്, നമ്മൾ കണ്ടതാണ്. ഇത്രയേ ഉള്ളൂ സ്റ്റോറേജ്. ഒന്നും കൂടി ജസ്റ്റ് പറയാണ്, സ്റ്റോറേജ് എന്ന് പറയുമ്പോൾ പല ടൈപ്പ് ഓഫ് ഡ്രഗ്സുകൾ ഉണ്ട്. ഏതൊക്കെയാണ്? ജനറൽ ഡ്രഗ്സ് ഉണ്ട്, നാർക്കോട്ടിക് ഡ്രഗ്സുകൾ ഉണ്ട്, ഇൻഫ്ലേമബിൾ ഡ്രഗ്സ് ഉണ്ട്, കോൾഡ് സ്റ്റോറേജ് ഡ്രഗ്സുകൾ ഉണ്ട്. അപ്പൊ ഈ പറയുന്ന ഓരോ മരുന്നുകളും സ്റ്റോർ ചെയ്യുന്നത് ഓരോ തരത്തിലാണ്. എല്ലാം ഒരുപോലെ രീതിയിലല്ല സ്റ്റോർ ചെയ്യുന്നത്. ഇപ്പൊ ജനറൽ ഡ്രഗ്സ് ആകുമ്പോൾ അത് പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത് ആൽഫബറ്റിക്കൽ ഓർഡറിൽ വേണം നമ്മൾ ഓർഗനൈസ് ചെയ്യാനായിട്ട്. അതായത് എയിൽ തുടങ്ങുന്ന മരുന്നുകൾ എ എന്ന് പറഞ്ഞ ക്യാബിനറ്റില്, ബി എന്ന് പറയുമ്പോൾ ക്യാബിനറ്റിനകത്ത് എന്തായിരിക്കും? ഡിയിൽ തുടങ്ങുന്ന മരുന്നുകളായിരിക്കും അവിടെ സൂക്ഷിച്ചിരിക്കുക. പിന്നെ എന്താണ്? കോമൺ ആയിട്ട് അറിയാവുന്ന കാര്യങ്ങളാണ്. എക്സ്പയറി ഡേറ്റ് കുറവുള്ള മരുന്നുകൾ എപ്പോഴും ഫ്രണ്ടിലിരിക്കുക, എക്സ്പയറി ഡേറ്റ് കൂടുതലുള്ള മരുന്നുകൾ എപ്പോഴും പുറത്തിലിരിക്കുക. നമ്മൾ പറഞ്ഞ ജനറൽ ഡ്രഗ്സിന്റെ സ്റ്റോറേജുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങളാണ് കേട്ടോ. പിന്നെ ഫിഫോ പ്രൊസീജിയർ ഫോളോ ചെയ്യണം. ഫിഫോ എന്ന് വെച്ചാൽ ഫസ്റ്റ് ഔട്ട്, അതായത് ഫസ്റ്റ് പർച്ചേസ് ചെയ്ത മരുന്നുകൾ ഫസ്റ്റ് സോൾഡ് ചെയ്യണം. ആദ്യം വാങ്ങിയ മരുന്ന് ഏതാണോ അത് ആദ്യം വിൽപ്പന നടക്കണം. അതാണ് ഫിഫോ പ്രൊസീജിയർ. അത് ഫോളോ ചെയ്തിരിക്കുക. ഓക്കെ, ക്ലിയർ ആണല്ലോ. പിന്നെ നമ്മൾ നാർക്കോട്ടിക് ഡ്രഗ്സ് ആണ് പറഞ്ഞത്. നമ്മൾ തളർത്തുന്നതോ മരവിപ്പിക്കുന്നതോ ആയിട്ടുള്ള സൈക്കോ ആക്റ്റീവ് ആയിട്ടുള്ള മരുന്നുകളാണ് നാർക്കോട്ടിക് ഡ്രഗ്സ്. എക്സാമ്പിൾ പഠിച്ചു വെക്കാം. മോർഫിൻ, പെത്തിലിൻ, ബാർബിക്യൂറേറ്റ്സ് ഒക്കെ എക്സാമ്പിൾ ആണ്. അത്തരം മരുന്നുകൾ നമ്മൾ സ്പെഷ്യൽ ക്യാബിനറ്റിൽ വേണം സൂക്ഷിക്കാനായിട്ട്. അത് മാത്രമല്ല അതിന്റെ കൃത്യമായിട്ടുള്ള റെക്കോർഡിംഗ് ആ ഫാർമസിയിൽ മെയിൻറ്റെയിൻ ചെയ്തിരിക്കണം. അത് ലോക്ക് ചെയ്ത് വേണം സൂക്ഷിക്കാനായിട്ട്. പിന്നെ വരുന്നത് ഇൻഫ്ലേമബിൾ ഡ്രഗ്സ് ആണ്. പറയാറ് പെട്ടെന്ന് കത്തുപിടിക്കുന്ന സ്പിരിറ്റ്, ഗ്യാസസ്, കെമിക്കൽസ് പോലെയുള്ള ചില മരുന്നുകളൊക്കെ ഉണ്ടായിരിക്കും. അപ്പൊ അത്തരം മരുന്നുകൾ വളരെ സെൻസിറ്റീവ് ആണ്, പെട്ടെന്ന് കത്തുപിടിക്കാൻ സാധ്യതയുള്ള മരുന്നുകളാണ്. അപ്പൊ അത് സൂക്ഷിക്കുമ്പോൾ നമ്മൾ ആ റൂം ഇങ്ങനെയുള്ളതായിരിക്കണം. ആവശ്യത്തിന് വായു പ്രവാഹവും അഗ്നിശമന ക്രമീകരണങ്ങളുള്ളൊരു റൂമിലായിരിക്കണം അത്തരം മരുന്നുകൾ സൂക്ഷിക്കേണ്ടത്. അത് മാത്രമല്ല വേറൊരു പോയിന്റ് കൂടെ നമ്മൾ അതിനകത്ത് പറഞ്ഞല്ലോ ഉണ്ടായിരുന്നത്, എക്സ്പോസ്റ്റ് ഫാൻസുകളൊക്കെ ആ ഒരു റൂമിനകത്ത് സജ്ജമാക്കിയിരിക്കണം. ഇനി ലാസ്റ്റ് പറഞ്ഞത് കോൾഡ് സ്റ്റോറേജ് ഡ്രഗ്സ് ആണ്. ചില മരുന്നുകൾ നമ്മൾ ഫ്രീസ് ചെയ്തോ അല്ലെങ്കിൽ മറ്റേ റെഫ്രിജറേറ്ററിൽ നോർമലിലോ നമ്മൾ സൂക്ഷിക്കേണ്ടതായിട്ടുള്ള മരുന്നുകളുണ്ട്. അതിനകത്ത് പ്രത്യേകം നോട്ട് ചെയ്യുക. ആന്റിബയോട്ടിക്സ്, വിറ്റമിൻസ്, ലിവർ എക്സ്ട്രാക്ട് പോലുള്ള മരുന്നുകളാണെങ്കിൽ അവരുടെ ടെമ്പറേച്ചർ റേഞ്ച് 15 ഡിഗ്രി സെന്റിഗ്രേഡ് ടു 20 ഡിഗ്രി സെന്റിഗ്രേഡ് ആണ്. അതായത് സാധാരണ തണുപ്പിച്ച് വേണം അത്തരം മരുന്നുകൾ സൂക്ഷിക്കാനായിട്ട്. അതേസമയം നമ്മൾ കുഞ്ഞുങ്ങൾക്ക് കൊടുക്കുന്ന വാക്സിൻസ്, സെറം, ഹോർമോൺസ് അതൊക്കെയാണെങ്കിൽ ഡീപ്പ് ഫ്രീസറിൽ വേണം സൂക്ഷിക്കാൻ. എന്ന് പറയുമ്പോൾ അവരുടെ ടെമ്പറേച്ചർ റേഞ്ച് ചോദിക്കുകയാണെങ്കിൽ 2 to 8 ഡിഗ്രി സെന്റിഗ്രേഡ്. പക്ഷെ ബാക്കി മുഴുവൻ തണുപ്പാണ്. മനസ്സിലായല്ലോ? അത് ശ്രദ്ധിക്കാം. പിന്നെ അത്തരം റൂമുകളിൽ എപ്പോഴും നമ്മുടെ ടെമ്പറേച്ചർ എക്സിബിറ്റ് ചെയ്തിരിക്കണം. ഇതിന്റെ സഹായത്തോടെ ഡയൽ തെർമോമീറ്ററിന്റെയും ടെമ്പറേച്ചർ ചാർട്ടിന്റെ സഹായത്തോടെ കൂടി എപ്പോഴും ടെമ്പറേച്ചർ എക്സിബിറ്റ് ചെയ്തിരിക്കണം. പിന്നെ എയർ കണ്ടീഷനിങ് ഉണ്ടായിരിക്കണം. ഇതിന് വേണ്ടിയിട്ടാണ് ടെമ്പറേച്ചർ മെയിൻറ്റെയിൻ ചെയ്യുന്നതിന് വേണ്ടിയിട്ട് മെയിൻറ്റെയിൻ ചെയ്യുന്ന രീതിയിൽ എയർ കണ്ടീഷനിങ് ആയിരിക്കണം അത്തരം റൂമുകൾ. ക്ലിയർ ആണല്ലോ സ്റ്റോറേജ്? ഓക്കെ, ഇതിനുള്ള ഭാഗങ്ങളൊക്കെ സിമ്പിൾ ആണ് കേട്ടോ. നമുക്ക് വായിച്ച് മനസ്സിലാക്കാവുന്ന കാര്യങ്ങളേ ഉള്ളൂ. ഇനി നമ്മൾ ഇത് ക്ലിയർ ആയിട്ട് വിചാരിക്കുന്നത് കേട്ടോ. അടുത്ത പോർഷനിലേക്ക് നമുക്ക് നോക്കാം. മെഡിക്കേഷൻ പ്രൊസീജിയർ.
മെഡിക്കൽ നമ്മൾ ഇത്രയും നാൾ ഫാർമസി പഠിച്ചു, മരുന്നുകളൊക്കെ കൊടുക്കുന്ന സ്ഥലം എന്നൊക്കെ നമുക്കറിയാം അല്ലെ. ഇനി എന്താണ് മെഡിക്കേഷൻ പ്രൊസീജിയർ? അതായത് ഒരു ഡോക്ടർ മരുന്ന് പ്രിസ്ക്രൈബ് ചെയ്യുന്നത് തുടങ്ങി ആ മരുന്ന് ഫാർമസിയിൽ നിന്ന് എത്തി അത് ആ രോഗിയിലേക്ക് എത്തുന്നത് വരെയുള്ള കുറച്ച് എന്താ പറയാ പ്രൊസീജിയേഴ്സ് ഉണ്ട്. നമുക്കറിയാവുന്ന കാര്യങ്ങളൊക്കെ തന്നെ അതൊക്കെയാണ് ഇവിടെ ഇനി പറയുന്നത്. മെഡിക്കേഷൻ പ്രൊസീജിയർ, രോഗിക്ക് നമ്മൾ മരുന്ന് കൊടുക്കുന്ന പ്രൊസീജിയർ എങ്ങനെയാണ്, മരുന്ന് കൊടുക്കുന്ന രീതിയല്ല, ഒരു ഡോക്ടർ പ്രിസ്ക്രൈബ് ചെയ്യുന്നത് തൊട്ട് ആ മരുന്ന് ഫാർമസിയിൽ നിന്ന് എടുത്ത് രോഗിയിലേക്ക് എത്തുന്നത് വരെയുള്ള കുറച്ച് കാര്യങ്ങളുണ്ട്, പ്രൊസീജിയേഴ്സ്. അതാണ് ഇനി നമ്മൾ പഠിക്കാനായിട്ട് പോകുന്നത് കേട്ടോ. ഓക്കെ, അപ്പൊ നോക്കിയേ, മെഡിക്കേഷൻ മെത്തേഡ് ഓഫ് IPD ഫ്രം ദ ക്യാബിൻ ഓർ വാർഡ്. ഓക്കെ, പേഷ്യന്റിലേക്ക് എത്തുന്നത് ഇങ്ങനെയാണെന്നുള്ള കുറച്ച് പ്രൊസീജിയേഴ്സ് ആണ് അതിന് കൊടുത്തിരിക്കുന്നത്. ആദ്യത്തെ എന്താണ്, ഡോക്ടേഴ്സ് വായിച്ചു പോകുന്നേ ഉള്ളൂ കേട്ടോ, മനസ്സിലാക്കാൻ പറ്റും, സിമ്പിൾ ആണ്. ഡോക്ടേഴ്സ് റൈറ്റ് ദ പ്രിസ്ക്രിപ്ഷൻസ്, ഡോക്ടർ എന്ത് ചെയ്യും, പ്രിസ്ക്രിപ്ഷൻസ് എഴുതുന്നു. ദ നഴ്സസ് ട്രാൻസ്ക്രൈബ് ദ പ്രിസ്ക്രിപ്ഷൻ ബൈ ഇലക്ട്രോണിക് മെഷീൻസ് ഓൺ ടു ദ HIS. നമുക്കറിയാലേ, പൊതുവെ ഡോക്ടേഴ്സിന്റെ എഴുത്തൊരു കാരണവശാലും നമുക്ക് വായിച്ച മനസ്സിലാവില്ല, അവരുടെ എഴുത്തൊരു പ്രത്യേക രീതിയിലാണ് അല്ലെ, അവർക്ക് തന്നെ അത് മനസ്സിലാവുള്ളൂ. അപ്പൊ ഈ ഡോക്ടേഴ്സ് എന്ത് ചെയ്യാണ്, രോഗികൾ ചെല്ലുമ്പോൾ ഡോക്ടേഴ്സ് മരുന്നുകൾ പ്രിസ്ക്രൈബ് ചെയ്യും അല്ലെ, എഴുതി കൊടുക്കും, ഒരു കുറിപ്പടി എഴുതി കൊടുക്കാണ്. നഴ്സുമാർ എന്താണ് ചെയ്യുന്നത്, അതിനെ ട്രാൻസ്ക്രൈബ് ചെയ്യും. ട്രാൻസ്ക്രൈബ് ചെയ്യാന്ന് വെച്ചാൽ എന്താണ്, പകർത്ത എന്നുള്ള അർത്ഥമാണ്, പകർത്താണ്. ട്രാൻസ്ക്രൈബ് ദ പ്രിസ്ക്രിപ്ഷൻ ബൈ ഇലക്ട്രോണിക് മെഷീൻസ് ഓൺ ടു ദ HIS. അവർ ഇലക്ട്രോണിക് മെഷീൻസിന്, അതായത് നമ്മുടെ സിസ്റ്റത്തിന്റെ സഹായത്തോട് കൂടിയിട്ട് അവരെന്ത് ചെയ്യും, ഡോക്ടർ എഴുതി തന്ന പ്രിസ്ക്രിപ്ഷനെ അവര് പകർത്തിയിട്ട് HIS-ലേക്ക് ഇട്ടു. എന്താണ് HIS? നമ്മൾ പഠിച്ചിട്ടുണ്ട് കേട്ടോ, ഹെൽത്ത് ഇൻഫർമേഷൻ സിസ്റ്റം പഠിച്ചിട്ടില്ലേ, ഹോസ്പിറ്റൽ ഇൻഫർമേഷൻ സോഫ്റ്റ്വെയർ. നമ്മൾ ലബോറട്ടറി സർവീസ് പഠിച്ചിട്ട് HIS ക്ലാസ് ഒക്കെ പറഞ്ഞിട്ടുണ്ട് കേട്ടോ, ലബോറട്ടറി ഇൻഫർമേഷൻ സിസ്റ്റം, ഹോസ്പിറ്റൽ അഥവാ ഹെൽത്ത് ഇൻഫർമേഷൻ സിസ്റ്റം എന്നൊക്കെ പറഞ്ഞ് നമ്മൾ പഠിച്ചിട്ടുണ്ട് കേട്ടോ. അപ്പൊ ആ പറയുന്ന സോഫ്റ്റ്വെയറിനകത്തേക്ക് ഈ പറയുന്ന സിസ്റ്റത്തിന്റെ സഹായത്തോട് കൂടിയിട്ട് ഡോക്ടർ എഴുതിയ പ്രിസ്ക്രിപ്ഷനെ നഴ്സ് എന്ത് ചെയ്യാണ്, ട്രാൻസ്ക്രൈബ് ചെയ്യുന്നത്. ചിലപ്പോൾ നിങ്ങളോട് ഒരു ചോദ്യം ചോദിക്കാം, ഡോക്ടർ പ്രിസ്ക്രൈബ് ചെയ്യുന്ന കാര്യങ്ങൾ ആരാണ് ട്രാൻസ്ക്രൈബ് ചെയ്യുന്നത്? ആരാണ് ട്രാൻസ്ക്രൈബ് ചെയ്യുന്നത്? നഴ്സസ് ആണ് ട്രാൻസ്ക്രൈബ് ചെയ്യുന്നത്. എന്നിട്ട് ആ ഒരു സോഫ്റ്റ്വെയറിനകത്തോട്ട് ഹെൽത്ത് ഇൻഫർമേഷൻ സിസ്റ്റം, അദ്ദേഹം നമ്മൾ പറഞ്ഞിട്ടുണ്ട് കേട്ടോ, നമ്മൾ ലബോറട്ടറി സർവീസ് പഠിച്ചില്ല, അപ്പൊ പറഞ്ഞിട്ടുണ്ട് സംഭവം കേട്ടോ. അപ്പൊ ഹെൽത്ത് ഇൻഫർമേഷൻ സിസ്റ്റത്തിലേക്ക്, ആ സോഫ്റ്റ്വെയറിലേക്ക് അവര് കയറ്റിവിടാണ്. ഇതെങ്ങോട്ടേക്കാണ് പോകുന്നത്, ഫാർമസിയിലോട്ടാണ് പോകുന്നത് അല്ലെ. അതായത് നഴ്സ് പറയാണ് ഞങ്ങൾക്ക് ഇന്ന മരുന്നുകൾ വേണമെന്നൊരു റിക്വസിഷൻ ആണ് അവിടെ നിന്ന് കൊടുക്കുന്നത് അല്ലെ. അപ്പൊ നേരെ ആ റിക്വസിഷൻ എങ്ങോട്ട് പോകും, ഫാർമസി ഡിപ്പാർട്ട്മെന്റിലോട്ട് പോകും. അപ്പൊ അവിടെ എന്താ നടക്കുന്നത്, അടുത്ത ഫാർമസി ഡിപ്പാർട്ട്മെന്റ് അഡ്മിനിസ്ട്രേഷൻ സ്റ്റാഫ് by using electronic machine. ഇവിടെ ചെറിയൊരു ഗ്രാമാറ്റിക് മിസ്റ്റേക്ക് ഉണ്ട്, അതിന്റെ അർത്ഥം നമുക്ക് കിട്ടില്ല, ഒന്ന് ശ്രദ്ധിക്കുക. അഡ്മിനിസ്ട്രേഷൻ സ്റ്റാഫ് by using electronic machine ട്രാൻസ്ലേറ്റ്സ്, അങ്ങനെ ഒരു വാക്ക് ഇവിടെ കൂട്ടിച്ചേർക്കണം കേട്ടോ, അപ്പൊ ഇതിന്റെ അർത്ഥം കറക്റ്റ് ആവുള്ളൂ. ട്രാൻസ്ലേറ്റ്സ് കേട്ടോ, and TRANSLATES ട്രാൻസ്ലേറ്റ്സ് കേട്ടോ. ട്രാൻസ്ലേറ്റ്സ് nurses electronic request for the medicine onto a printed medication order sheet. എന്താണ് അവിടെ പറയുന്നത്, ഫാർമസി ഡിപ്പാർട്ട്മെന്റില് ഈ പറയുന്ന അവിടുത്തെ അഡ്മിനിസ്ട്രേഷൻ സ്റ്റാഫ് ഉണ്ടായിരിക്കും. അവരെന്ത് ചെയ്യും, ഈ ഇലക്ട്രോണിക് മെഷീന്റെ സഹായത്തോട്, പറയുന്ന സിസ്റ്റത്തിന്റെ സഹായത്തോട് കൂടിയിട്ട് അവരെന്ത് ചെയ്യാണ്, ട്രാൻസ്ലേറ്റ് ചെയ്യും. എന്ത് ട്രാൻസ്ലേറ്റ് ചെയ്യും, നഴ്സസ് നേരത്തെ ട്രാൻസ്ക്രൈബ് ചെയ്ത് വിട്ടില്ലേ HIS-ലോട്ട്, ആ ഒരു ഇലക്ട്രോണിക് റിക്വസ്റ്റുകളെ അവരെന്താക്കി മാറ്റുകയാണ്, പ്രിന്റഡ് മെഡിക്കേഷൻ ഓർഡർ ഷീറ്റിലോട്ട് മാറ്റണം. അതായത് പ്രിന്റഡ് ഫോമിലാക്കി അവരത് മാറ്റും. ഓക്കെ, അവര് ടൈപ്പ് ചെയ്ത് സിസ്റ്റത്തിന്റെ സഹായത്തോടെ ടൈപ്പ് ചെയ്തിട്ടത് ഇവരെന്ത് ചെയ്യും, നമ്മുടെ ഫാർമസിയിലെ അഡ്മിനിസ്ട്രേഷൻ സ്റ്റാഫ് അത് പ്രിന്റഡ് ഫോമിലേക്ക് മാറ്റും, പ്രിന്റഡ് മെഡിക്കേഷൻ ഓർഡർ ഷീറ്റിലൊക്കെ ആയിട്ട് മാറ്റും. പിന്നെന്താ സംഭവിക്കുന്നത്, ഡിസ്പെൻസേഴ്സ് ഫിസിക്കലി ഒബ്റ്റെയിൻ മെഡിക്കേഷൻ എന്നാണ് കേട്ടോ, മെഡിസിൻ മീഡിയ എന്നൊക്കെയാണ് പറഞ്ഞിരിക്കുന്നത്, പ്രിന്റിംഗ് ആണ് കേട്ടോ, പ്രിന്റിംഗ് മിസ്റ്റേക്ക് ആണ്, മെഡിസിൻ ആണ് കേട്ടോ, മെഡിസിൻ. ഓക്കെ, മെഡിസിൻ ഫ്രം ദ ഷെൽഫ്സ്, അങ്ങനെ ആക്കുക കേട്ടോ, ഫ്രം ദ ഷെൽഫ്സ് to the dispensing table as per the printed medication order. എന്താണ് പറയുന്നത്, ഡിസ്പെൻസേഴ്സ് നമുക്കറിയാലേ, രണ്ട് ഫാർമസിസ്റ്റുകൾ ഉണ്ടാവും, ഡിസ്പെൻസിങ് ഫാർമസിസ്റ്റുകൾ ഉണ്ടായിരിക്കും അവിടെ അല്ലെ. അവരെന്ത് ചെയ്യും, ഈ പറയുന്ന ആ ഒരു ഓർഡർ ഷീറ്റ് പ്രകാരങ്ങൾ പ്രിന്റഡ് ഓർഡർ ഷീറ്റ് ആക്കി മാറ്റിയില്ലേ, അതിനകത്ത് നോക്കിയിട്ട് ആവശ്യമുള്ള മരുന്നുകൾ ഈ പറയുന്ന ഷെൽഫിൽ നിന്ന് അവരെടുത്ത് ഡിസ്പെൻസിങ് ടേബിളിൽ അവരെ കൊണ്ടുവയ്ക്കുകയാണ്. ആസ് പെർ ദ പ്രിന്റഡ് മെഡിക്കേഷൻ ഓർഡർ, പ്രിന്റഡ് മെഡിക്കേഷൻ ഓർഡറിൽ പറഞ്ഞിരിക്കുന്ന മരുന്നുകളെല്ലാം കൃത്യമായിട്ട് ഡിസ്പെൻസർ ഫാർമസിസ്റ്റുകൾ എന്ത് ചെയ്യും, മരുന്നിന് ഷെൽഫിന്റെ അടുത്ത് ഡിസ്പെൻസിങ് ടേബിളിൽ കൊണ്ടുവയ്ക്കുന്നു. പിന്നെന്താണ്, then medicines should be kept in a small medication cart
along with the printed medication order sheet. എന്നിട്ടോ ഈ പറയുന്ന മെഡിസിൻസ് അല്ല ഒരു മെഡിക്കേഷൻ കാർട്ടുണ്ട്. കാർട്ടിൽ ഒരു വണ്ടി എന്നുള്ള ഒരു ട്രേ ആണ് കേട്ടോ. ആ ട്രേക്കകത്ത് ഈ പേഷ്യന്റിന് ആവശ്യമുള്ള മരുന്നുകളൊക്കെ അവർ കൊണ്ട് നിക്ഷേപിക്കും. അതിനോടൊപ്പം തന്നെ ഈ പറയുന്ന പ്രിന്റഡ് ഓർഡർ ഷീറ്റും അതിന്റെ കൂടെ തന്നെ വെച്ചിട്ടുണ്ടായിരിക്കും. ഇനി എന്ത് ചെയ്യണം? ഫാർമസിസ്റ്റ് ക്രോസ് ചെക്ക് ദ മെഡിക്കേഷൻ. ഫാർമസിസ്റ്റുകൾ വന്നിട്ട് അവരെന്ത് ചെയ്യും? ക്രോസ് ചെക്ക് ചെയ്ത് നോക്കും. ഈ പറയുന്ന ഓർഡർ ഷീറ്റ് പ്രകാരമുള്ള മരുന്നുകളൊക്കെ തന്നെയാണോ എടുത്തിട്ടുള്ളത് എന്നുള്ളത് അവർ ക്രോസ് ചെക്ക് ചെയ്ത് നോക്കും. ആര് നോക്കും? ഫാർമസിസ്റ്റുകൾ നോക്കും. എന്നിട്ടോ ആഫ്റ്റർ വെരിഫൈങ് ദ പ്രോപ്പർ ഡിസ്പെൻസിംഗ്, pharmacy aid bag all the medication into a bag, bracket patient bags, and sticks to the medication order along with it. എന്നിട്ട് നമ്മുടെ ഫാർമസിസ്റ്റ് ഇത് ക്രോസ് ചെക്ക് ചെയ്ത് കഴിഞ്ഞാൽ, വെരിഫൈ ചെയ്ത് കഴിഞ്ഞാൽ എന്ത് ചെയ്യും? നമ്മുടെ ഫാർമസി എയ്ഡ്, ഈ എയ്ഡിന്റെ അർത്ഥം സഹായി എന്നുള്ള അർത്ഥമാണ് കേട്ടോ. ഫാർമസിയിലെ സഹായം, ഫാർമസിസ്റ്റുകൾ അവരെന്ത് ചെയ്യും? ഈ പറയുന്ന എല്ലാ മെഡിക്കേഷൻസും ഓരോ പേഷ്യന്റ് വൈസ് ആയിട്ട് ഓരോ പേഷ്യൻസിനുള്ള മരുന്നുകളെല്ലാം തന്നെ അവരൊരു ബാഗിലാക്കുന്ന ഒരു കവറിലാക്കി അവർ കൊടുക്കും. അതിന്റെ ഒപ്പം എന്ത് ചെയ്യും? സ്റ്റിക്സ് ടു ദ മെഡിക്കേഷൻ ഓർഡർ അലോങ് വിത്ത്, അതിന്റെ കൂടി പ്രിന്റഡ് മെഡിക്കേഷൻ ഓർഡറും കൂടെ അവര് അതിനകത്ത് വെച്ചിട്ടുണ്ടായിരിക്കും. ഇനി എന്താണ് പറയുന്നത്? ലാബലിംഗ് ഈസ് ആൾസോ ഡൺ ഇഫ് നെസസറി. ആവശ്യമെങ്കിലുള്ള ലാബലിംഗ്സ് അവർ ചെയ്തിട്ടുണ്ട്. ചില മരുന്നുകൾ എടുത്തിട്ട് അതിനകത്ത് കവറിൽ എഴുതി വെക്കും അല്ലെ. ചിലവർ എന്ത് ചെയ്തു? രാവിലെ ഒന്ന് രാത്രി ഒന്ന് അങ്ങനെ എഴുതും. ചിലർ 101, 111 അങ്ങനെയൊക്കെ പറഞ്ഞാൽ എഴുതും. അപ്പൊ നമുക്ക് കാണുമ്പോൾ മനസ്സിലാവും രാവിലെ ഒന്ന് രാത്രി ഒന്ന് എങ്ങനെയാണെന്നുള്ളത്, ആഫ്റ്റർ ഫുഡാണോ ബിഫോർ ഫുഡാണോ അങ്ങനെയുള്ളതൊക്കെയാണ് ലാബലിംഗ് ഉദ്ദേശിക്കുന്നത്. അതൊക്കെ അവർ ക്ലിയർ ചെയ്ത് എഴുതി വെക്കുന്നു. എന്നിട്ട് എന്ത് ചെയ്യണം? സബ്മിറ്റ്സ് ദ മെഡിക്കേഷൻസ് പേഷ്യന്റ് വൈസ് to the nurses accountable in the floor. Accountable എന്ന് വെച്ചാൽ എന്താണ്? റെസ്പോൺസിബിലിറ്റി. എന്ത് ചെയ്യണം? മരുന്നുകളൊക്കെ സെറ്റ് ആക്കിയിട്ടുണ്ട്, ഇനി പേഷ്യന്റിലേക്ക് എത്തിക്കണം അല്ലെ. അപ്പൊ എന്ത് ചെയ്യും? ഈ പറയുന്ന ഈ പേഷ്യൻസ് അവര് കിടക്കുന്ന ഫ്ലോറിൽ റെസ്പോൺസിബിൾ ആയിട്ടുള്ള ആ നഴ്സിന്റെ പക്കലേക്ക് ഈ പറയുന്ന മെഡിക്കേഷൻസ് സബ്മിറ്റ് ചെയ്യണം, അവിടേക്ക് എത്തിക്കുകയാണ് ഈ മരുന്നുകൾ. പിന്നെ എന്ത് ചെയ്യും? The nurses receive the medicine from pharmacy aid and check the quantity according to the requirement. Nurse എന്ത് ചെയ്യും? ഈ ഫാർമസി എയ്ഡ്, ഫാർമസി അവിടുത്തെ സഹായിയുടെ കയ്യിൽ ഈ മരുന്നുകൾ സ്വീകരിച്ചിട്ട് അവരും കൂടെ എന്ത് ചെയ്യാണ്? ക്രോസ് ചെക്ക് ചെയ്ത് നോക്കും അല്ലെ. ഈ പറയുന്ന റിക്വയർമെന്റിനനുസരിച്ചുള്ള ക്വാണ്ടിറ്റിയിൽ മരുന്നുകൾ എത്തിയിട്ടുണ്ടോ എന്നുള്ള കാര്യം അവരും കൂടെ ഒന്ന് ചെക്ക് ചെയ്യും അല്ലെ. നഴ്സ് ചെക്ക് ചെയ്യുന്നു. എന്നിട്ട് എന്ത് ചെയ്യുന്നു? ഗിവ് ദ മെഡിക്കേഷൻ ടു ദ പേഷ്യൻസ്. പേഷ്യന്റിലേക്ക് ആ മരുന്ന് കൊടുക്കുകയാണ് ചെയ്യുന്നത്. നമുക്ക് അറിയാവുന്ന കാര്യങ്ങളല്ലേ. ഡോക്ടർ മരുന്ന് എഴുതുന്നു, ആ മരുന്നുകൾ ട്രാൻസ്ക്രൈബ് ചെയ്തിട്ട് നമ്മുടെ നഴ്സ് HIS മാറ്റുന്നു. അത് നേരെ ഫാർമസി ഡിപ്പാർട്ട്മെന്റിലോട്ട് പോകുന്നു. അവിടെ നിന്ന് ഫാർമസിസ്റ്റുകൾ ആവശ്യാനുസരണം അതിനെ മെഡിക്കേഷൻ ഓർഡർ അല്ലെ ഓർഡർ ഷീറ്റ് ആക്കി മാറ്റുന്നു, പ്രിന്റഡ് ഫോമിലോട്ട് മാറ്റുന്നു. എന്നിട്ട് ആ പ്രിന്റഡ് പറഞ്ഞിട്ടുള്ള മരുന്നുകളെല്ലാം ഷെൽഫിൽ എടുക്കുന്നു, മെഡിക്കേഷൻ കാർട്ടിലോട്ട് വെക്കുന്നു. ഫാർമസിസ്റ്റ് അത് ക്ലോസ് ചെക്ക് ചെയ്യുന്നു. ചെക്ക് ചെയ്തതിന് ശേഷം ഫാർമസിയുടെ അതെല്ലാം ബാഗ് ചെയ്ത് സെപ്പറേറ്റ് കവറിലാക്കി അതിന്റെ കൂടെ ഈ മെഡിക്കേഷൻ ഓർഡറും കൂടെ വെക്കുന്നു. ആവശ്യമുള്ള ലാബലിംഗ് ഒക്കെ നടക്കുന്നു. എന്നിട്ട് ഈ പറയുന്ന മെഡിക്കേഷൻ ബാഗ് എന്താ പറയാ ആ പേഷ്യൻസ് കിടക്കുന്ന ഫ്ലോറിൽ റെസ്പോൺസിബിൾ ആയിട്ടുള്ള നഴ്സിന്റെ അടുത്തിലേക്ക് എത്തിക്കുന്നു. നഴ്സ് എന്ത് ചെയ്യുന്നു? ഫാർമസി എഴുതുന്ന മരുന്നുകൾ സ്വീകരിച്ചിട്ട് അവരും എന്ത് ചെയ്യാണ്? റിക്വയർമെന്റ് പ്രകാരമുള്ള മരുന്നുകൾ ഉണ്ടോ, ക്വാണ്ടിറ്റി ഉണ്ടോ എന്നുള്ളത് ചെക്ക് ചെയ്തതിനു ശേഷം അത് പേഷ്യന്റിന് കൊടുക്കുന്നു. ഇത്രയും കാര്യങ്ങളാണല്ലോ. ഓക്കെ, ഇത്രയല്ലോ കേട്ടോ. പിന്നെന്താണ്? ചെക്ക്, ഇവിടെയാണ് ക്വസ്റ്റ്യൻ കിടക്കുന്നത് കേട്ടോ. ചെക്ക് ബിഫോർ മേക്കിംഗ് ഇന്റന്റ് ഫോർ പേഷ്യന്റ് ഇൻ HIS. നമ്മൾ ആ തുടക്കം ഒരു കാര്യം പറഞ്ഞു, ഡോക്ടേഴ്സ് പ്രിസ്ക്രൈബ് ചെയ്ത് കഴിഞ്ഞാൽ നഴ്സ് എന്ത് ചെയ്യും? ട്രാൻസ്ക്രൈബ് ചെയ്തിട്ട് ഈ ഹെൽത്ത് ഇൻഫർമേഷൻ സോഫ്റ്റ്വെയറിനകത്തേക്ക് കേട്ടെന്ന് പറഞ്ഞു. അത് ചെയ്യുന്നതിന് മുമ്പായിട്ട്, അതായത് ഒരു മേക്കിംഗ് ദ ഇന്റന്റ് ഫോർ പേഷ്യന്റ്, പേഷ്യന്റിനുള്ള മരുന്നിന്റെ ഇന്റന്റ് അല്ലെ റിക്വസിഷൻ കൊടുക്കുന്നതിന് മുമ്പായിട്ട് ചില കാര്യങ്ങൾ ചെക്ക് ചെയ്യേണ്ടതുണ്ട്. എന്തൊക്കെ കാര്യങ്ങളാണ് ചെക്ക് ചെയ്യേണ്ടത്? അങ്ങനെ ഒരു ചോദ്യം വരാം. എന്തൊക്കെ കാര്യങ്ങളാണ്? ഒന്ന്, പേഷ്യന്റിന്റെ ID നമ്പർ അല്ലെ, യുണീക്ക് ആയിട്ടുള്ള ഐഡന്റിറ്റി നമ്പർ. കാരണം ഒരുപാട് പേഷ്യൻസിന് മരുന്ന് കൊടുക്കുന്ന സ്ഥലമാണ് അല്ലെ, അങ്ങോട്ടും ഇങ്ങോട്ടൊന്നും മാറിപ്പോകരുത്. അപ്പൊ അത് ആദ്യം തന്നെ ചെക്ക് ചെയ്തിട്ട് വേണം റിക്വസിഷൻ വിടാനായിട്ട്. അപ്പൊ പേഷ്യന്റിന്റെ ID നമ്പർ, ഐഡന്റിറ്റി നമ്പർ നമ്മൾ നോക്കണം. പിന്നെന്താണ്? പേഷ്യന്റിന്റെ ബെഡ് നമ്പർ, ആ പേഷ്യന്റ് ഏത് ബെഡിലാണ് കിടക്കുന്നത് ആ ബെഡ് നമ്പർ നോക്കിയിരിക്കണം, ചെക്ക് ചെയ്തിരിക്കണം. പിന്നെ പറയുന്നത് പേഷ്യന്റ് നെയിം അല്ലെ, പേഷ്യന്റിന്റെ പേര് നോക്കണം. പിന്നെ പറയുന്നത് ഡോസ് ആൻഡ് ഡോസേജ് ഫോം റിട്ടൺ ഇൻ പ്രിസ്ക്രിപ്ഷൻ. ഓരോ പ്രിസ്ക്രിപ്ഷനിലും അവർക്കായിട്ട് എഴുതിയിട്ടുള്ള ഡോസേജ് എത്രയാണെന്നുള്ളത് ചെക്ക് ചെയ്യണം. കാര്യം എല്ലാ രോഗികൾക്കും ഒരേ ഡോസ് ആവില്ല, അവരുടെ ബോഡി വെയിറ്റിന് ആനുപാതികമായ രീതിയിലായിരിക്കും ഡോക്ടർ അവർക്ക് ഡോസ് പ്രിസ്ക്രൈബ് ചെയ്തിട്ടുണ്ടാവും. അതിനനുസരണമുള്ള ഡോസ് അത് നമ്മൾ ചെക്ക് ചെയ്തിരിക്കണം. പിന്നെ പറയുന്നത് സ്റ്റോർ ഇൻ അഡ്വാൻസ് മെഡിസിൻ ഇൻ പേഷ്യന്റ് ക്യാബിനറ്റ്.
അപ്പൊ നമ്മള് ഈ ഒരു ഫാർമസിന്ന് മരുന്ന് വന്നിട്ട് രോഗിക്ക് കൊടുക്കണേക്കാളും മുമ്പായിട്ട് അത്യാവശ്യം വേണ്ട മരുന്നുകൾ രോഗിയുടെ ക്യാബിനറ്റിൽ നമ്മൾ എപ്പോഴും സൂക്ഷിച്ചിരിക്കണം. കാരണം എമർജൻസി മരുന്നുകളൊക്കെ ആണെങ്കിൽ ഫാർമസിയിൽ പോയി വന്ന് അവിടെ നിന്ന് കിട്ടിയിട്ട് കൊടുക്കാന്നുള്ള രീതിയിൽ ഇരിക്കരുത്. അത്യാവശ്യം ആ ഒരു പേഷ്യന്റിന് വേണ്ടിയിട്ടുള്ള മരുന്നുകൾ അദ്ദേഹത്തിന്റെ ക്യാബിനറ്റിൽ സൂക്ഷിച്ചിരിക്കണം. ഓക്കെ, പിന്നെന്താണ് ലാസ്റ്റ് ഇന്റന്റ് റിസീവ് പേപ്പർ. അതിങ്ങനെ വായിച്ചാൽ മതി. റിസീവ് ലാസ്റ്റ് ഇന്റന്റ് പേപ്പർ അങ്ങനെ വായിച്ചാൽ മതി. റിസീവ് ലാസ്റ്റ് ഇന്റന്റ് പേപ്പർ, അതായത് അവസാന മരുന്നുകളുടെ റിക്വസിഷൻ കൊടുത്തിട്ടുള്ള ആ പേപ്പർ വരെ നമ്മൾ സ്വീകരിച്ച് അത് നോക്കിയിരിക്കണം, ചെക്ക് ചെയ്തിരിക്കണം. മനസ്സിലായല്ലോ? കാര്യം ഇപ്പൊ എന്തെങ്കിലും മരുന്നുകളിൽ മാറ്റങ്ങളോ എന്തെങ്കിലും വന്നിട്ടുണ്ടെങ്കിൽ അവസാനത്തെ ആ റിക്വസിഷൻ പോയ മരുന്നുകളുടെ പേപ്പറുകൾ വരെ കൃത്യമായിട്ട് ചെക്ക് ചെയ്തതിന് ശേഷമാണ് നമ്മൾ ഇങ്ങോട്ട് വിടാൻ പാടുള്ളൂ, ഫാർമസിയിലോട്ട് വിടാൻ പാടുള്ളൂ. ക്ലിയർ ആയോ പറഞ്ഞത്? ഇതിന് വീണ്ടും പറയേണ്ട കാര്യമില്ലല്ലോ, സിമ്പിൾ അല്ലേ? എന്തൊക്കെ കാര്യങ്ങൾ ചെക്ക് ചെയ്യണം എന്ന് ചോദിച്ചാല് നിങ്ങൾ മനസ്സിലാക്കി വെക്കണം. ഇതൊക്കെയാണ് പേഷ്യന്റ് ഐ ഡി നമ്പർ, പേഷ്യന്റ് ബെഡ് നമ്പർ, പേഷ്യന്റ് നെയിം, ദെൻ ഡോസ് ആൻഡ് ഡോസേജ് ഫോം ദാറ്റ് ദ ഡോക്ടർ പ്രിസ്ക്രൈബ്. ഓക്കെ, ക്ലിയർ ആണല്ലോ? ശരി, ഇനി നമുക്ക് അടുത്ത ഭാഗത്തേക്ക് നോക്കാം. ഫിനാൻസസ്. ഇതാണ് ഫിനാൻസസ്, അതായത് സാമ്പത്തികമായിട്ടുള്ള സ്രോതസ് എവിടെ നിന്നാണ്. അതൊരു ഹോസ്പിറ്റലിനെ സംബന്ധിച്ചിടത്തോളം അവർക്ക് സാമ്പത്തികമായിട്ട് കിട്ടുന്നത് അല്ലെങ്കിൽ സാമ്പത്തിക സ്രോതസ്സുകൾ ഏതൊക്കെയാണ്, ഇതിൽ കൂടെയൊക്കെയാണ് അവർക്ക് വരുമാനം വരുന്നത്. അങ്ങനെയുള്ള ജനറൽ ആയിട്ടുള്ള കാര്യങ്ങൾ അതൊക്കെ നമുക്ക് അറിയാവുന്നതാണ് കേട്ടോ. ജസ്റ്റ് ഒന്ന് വായിക്കാം. പ്രൈമറി സോഴ്സ് എന്താണ്? ചാർജ് ഗോട്ട് ഫ്രം ദ പേഷ്യന്റ്. ഇതാണ് പ്രൈമറി സോഴ്സ് എന്ന് പറയുന്നത്. ചാർജ് ഗോട്ട് ഫ്രം ദ പേഷ്യന്റ്. നമുക്കറിയാതെ പ്രൈമറി സോഴ്സ് ഓഫ് ഫിനാൻസ് എന്ന് പറയുന്നത് എന്താണ്? ഒരു ഹോസ്പിറ്റലിനെ സംബന്ധിച്ചിടത്തോളം ആ ഒരു പേഷ്യന്റിൽ നിന്ന് ലഭിക്കുന്ന ചാർജ് ആണ് അല്ലെ. അവരുടെ അസുഖത്തിന് വേണ്ടി അവരുടെ ട്രീറ്റ്മെന്റ് എടുക്കാൻ ഹോസ്പിറ്റലിൽ വരുന്നു, ചിലപ്പോൾ പല സ്കാനിങ്ങും കാര്യങ്ങളൊക്കെ ചെയ്യുന്നു, ഇമേജിംഗ് ടെസ്റ്റുകൾ ചെയ്യുന്നു, മറ്റുള്ള മെഡിക്കേഷൻസ് അവർ എടുക്കുന്നു, ചിലപ്പോൾ വേണമെങ്കിൽ സർജറി ചെയ്യാം. ഇങ്ങനെയൊക്കെ അവർക്ക് കിട്ടുന്ന എമൗണ്ടുകൾ ആണ് എന്തെന്ന് പറയുന്നത്? പ്രൈമറി സോഴ്സ് ഓഫ് എ ഹോസ്പിറ്റൽ. ഒരു ചോദ്യം വരാം, വാട്ട് ഈസ് ദ പ്രൈമറി സോഴ്സ് ഓഫ് ഫിനാൻസ് ഓഫ് എ ഹോസ്പിറ്റൽ എന്ന് ചോദിച്ചാൽ എന്താണ്? ചാർജ് ഗോട്ട് ഫ്രം ദ പേഷ്യന്റ്. പേഷ്യന്റിൽ നിന്ന് ലഭിക്കുന്ന ചാർജ് ആണ് അല്ലെ. അടുത്തത് എന്താണ്? ചാർജസ് ഗോട്ട് ബൈ ദ പേഷ്യൻസ് ആർ ഐദർ ഫുള്ളി പെയ്ഡ് by himself or from the third party. അത് നമുക്കറിയാം അല്ലെ. ഒന്നില്ലെങ്കിൽ പേഷ്യൻസ് എന്ത് ചെയ്യും? ഫുൾ ആയിട്ടുള്ള എമൗണ്ട് അവർ സെറ്റിൽ ചെയ്യും. അതല്ലെങ്കിലോ തേർഡ് പാർട്ടി, അതായത് നമ്മുടെ ഇൻഷുറൻസ് ഒക്കെ അല്ലെ. ചില രോഗികൾക്ക് മിക്കവാറും ഇന്നത്തെ ആൾക്കാർക്കൊക്കെ അത്യാവശ്യം ഹെൽത്ത് ഇൻഷുറൻസും കാര്യങ്ങളൊക്കെ ഉള്ളവരാണ് മിക്ക ആൾക്കാരും അല്ലെ. അത് അത്യാവശ്യമാണ് എടുക്കേണ്ടത് അല്ലെ. നമുക്ക് എന്തെങ്കിലും ഹെൽത്ത് ഇഷ്യൂസും കാര്യങ്ങളൊക്കെ വന്നാൽ പൈസ എങ്ങനെയാ പോണേന്ന് നമുക്ക് അറിയില്ല. ഒരു ആരോഗ്യ പ്രശ്നം വന്നാൽ മതി, പൈസ നല്ലപോലെ നമ്മുടെ ഇന്ന് ചെലവാകും അല്ലെ. പിന്നെ പെട്ടെന്നൊക്കെ സംഭവിക്കാവുന്നതാണ്. അപ്പൊ ഹെൽത്ത് ഇൻഷുറൻസ് ഒക്കെ ഉള്ളവരാണ് മിക്ക ആൾക്കാരും ഇല്ലാത്തവർ എടുക്കുക. കാര്യം എന്താണെന്ന് വെച്ചാൽ നമുക്ക് എന്തെങ്കിലും എമർജൻസി ഒക്കെ വന്നു കഴിഞ്ഞാൽ ഇൻഷുറൻസ് ക്ലെയിം ചെയ്താൽ മതി. അപ്പൊ ചില ഇൻഷുറൻസ് അത് ഓരോന്നിനനുസരിച്ച് ചിലർക്ക് ഫുൾ എമൗണ്ട് തന്നെ കൊടുക്കുന്നതുണ്ട്. എത്ര എമൗണ്ട് വരെ ഫുൾ ആയിട്ട് പേ ചെയ്യാൻ പറ്റും? ESI ഓക്കെ, കറക്റ്റ് ആണ് കാര്യം. അപ്പൊ അങ്ങനെയുള്ളത്. പിന്നെ ചിലത് നമ്മൾ ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ആവുന്ന സമയം തന്നെ 24 അവേഴ്സിനുള്ളിൽ നമ്മൾ ആ പേപ്പറും കാര്യങ്ങളൊക്കെ ശരിയാക്കി കഴിഞ്ഞാൽ പിന്നെ ഇൻഷുറൻസിൽ കയറി പൊക്കോളും ആ പൈസ. ഫുൾ എമൗണ്ട് ചിലർക്ക് കിട്ടാം, ചില അതുവരെ എടുത്തേക്കുന്ന ഇൻഷുറൻസ് പ്ലാനിന് അനുസരിച്ചിരിക്കും കേട്ടോ. പിന്നെ ചിലത് നമ്മൾ ചെല്ലുമ്പോൾ നമ്മുടെ കയ്യിൽ നിന്ന് തന്നെ പൈസ എടുത്ത് ചെയ്തിട്ട് പിന്നെ അത് റീഇംബേഴ്സ്മെന്റ് കിട്ടുന്നുണ്ട്, അങ്ങനെയുള്ളതുണ്ട്. അപ്പൊ ഇവിടെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പേഷ്യൻസ് ഫുൾ എമൗണ്ട് സെറ്റ് ചെയ്യാം, അതല്ലെങ്കിൽ ഒരു തേർഡ് പാർട്ടി ദാറ്റ് മീൻസ് ഇൻഷുറൻസ് വഴിയായിട്ടും എന്ത് ലഭിക്കാം? ഹോസ്പിറ്റലിലേക്ക് ഫണ്ട് വരാം, പൈസ വരാം. ഓക്കെ, പിന്നെന്താണ്? റിസർച്ച് വർക്ക് അല്ലെ, ഗവേഷണ പ്രവർത്തനങ്ങൾ. ഇപ്പൊ ചില ഹോസ്പിറ്റലില് എന്തെങ്കിലും ഗവേഷണ പ്രവർത്തനങ്ങൾ നടക്കാന്ന് വിചാരിക്കാം, റിസർച്ച് വർക്കൊക്കെ നടക്കുകയാണെങ്കിൽ അതിന് നമ്മുടെ ഗവൺമെന്റ് ചിലപ്പോൾ ഫണ്ട് ചെയ്യും. മനസ്സിലാവും? ഗവൺമെന്റ് ഫണ്ട് ചെയ്യും. നല്ല നല്ല പ്രോജക്റ്റുകൾ, റിസർച്ച് വർക്കുകളൊക്കെ ചില ഹോസ്പിറ്റലിനെ കേന്ദ്രീകരിച്ച് നടക്കുമ്പോൾ ആ ഒരു ഗവേഷണ പ്രവർത്തനങ്ങൾക്കായിട്ട് നമ്മുടെ ഗവൺമെന്റ് ഫണ്ട് ചെയ്യും, അല്ലെങ്കിൽ ചില കോർപ്പറേറ്റ് കമ്പനികളൊക്കെ ഫണ്ട് ചെയ്യും. മനസ്സിലായോ? അപ്പൊ അത്തരം കാര്യങ്ങളും എന്താണ്? ഒരു ഹോസ്പിറ്റലിനെ സംബന്ധിച്ച് ഒരു പ്രധാനപ്പെട്ട ഫിനാൻസ് സോഴ്സ് ആണ്. മനസ്സിലായല്ലോ? റിസർച്ച് വർക്ക്, ഗവേഷണ പ്രവർത്തനങ്ങളുടെ ഭാഗമായിട്ട് ലഭിക്കുന്ന ഫണ്ടുകളും ഹോസ്പിറ്റലിലേക്കുള്ള വരുമാന മാർഗമാണ്. പിന്നെന്താണ്? ഇൻവെസ്റ്റഡ് എൻഡോമെന്റ് ഫണ്ട്സ്. എൻഡോമെന്റ് ഫണ്ടുകൾ കേട്ടു. ശരിക്കും എൻഡോമെന്റ് എന്ന് പറഞ്ഞാൽ എന്താണ്? നമ്മള് എൻഡോമെന്റ് കൊടുക്കാന്ന് പറഞ്ഞു കേട്ടിട്ടില്ലേ? ധർമ്മദാനം എന്നൊക്കെ വേണമെങ്കിൽ പറയാം. അതായത് ആരോഗ്യ മെമ്മറിയിലും ആരോഗ്യ പേരിലൊക്കെ നമ്മൾ കൊടുക്കുന്ന ചില ഫണ്ടുകൾ ഉണ്ടായി. ചില പ്രത്യേക മേഖലകളിൽ കഴിവ് തെളിയിക്കുന്ന അല്ലെങ്കിൽ പ്രത്യേക മേഖലകളിൽ അങ്ങനെയൊക്കെ ചെയ്യുന്നവർക്കായിട്ട് ചില ഫണ്ടുകൾ അല്ലെ, അത്തരത്തിലുള്ള ഇൻവെസ്റ്റഡ് എൻഡോമെന്റ് ഫണ്ടുകൾ ഉണ്ടായിരിക്കും.
ഹോസ്പിറ്റലിൽ. അപ്പൊ പ്രത്യേകം പറയാണ് എൻഡോമെന്റ് ഫണ്ട്സ് ആർ ഫണ്ടഡ് മെയിൻലി ത്രൂ ഡൊണേഷൻസ്. സാധാരണ നമുക്ക് സംഭാവനകളിലൂടെയാണ്. ആരെങ്കിലും സംഭാവന കോൺട്രിബ്യൂട്ട് ചെയ്യുന്നതായിരിക്കും, ഡൊണേറ്റ് ചെയ്യുന്നതായിരിക്കും. അപ്പൊ അയാളുടെ പേരിൽ എൻഡോമെന്റ് കൊടുക്കണം. പിന്നെ മേഖലയിൽ പ്രാവീണ്യം തെളിയിച്ചിട്ടുള്ള വ്യക്തികൾക്ക് അവരുടെ പേരിൽ എൻഡോമെന്റ് കൊടുക്കുക. അങ്ങനെയൊക്കെയുള്ള കാര്യം സ്കൂളുകളിലൊക്കെ കേട്ടില്ല, എൻഡോമെന്റ് കൊടുക്കാം. അപ്പൊ അത്തരത്തില് ഡൊണേഷൻസ് കോൺട്രിബ്യൂഷൻസ് വഴിയായിട്ട് ലഭിക്കുന്ന എൻഡോമെന്റ് ഫണ്ടുകള്. പിന്നെ പ്രത്യേകം ഒരു കാര്യം കൂടെ പറയാണ്, the funds have the specific policies that concerns the investments, withdrawal and usage of the funds. അപ്പൊ ഇത്തരത്തിലുള്ള ഇൻവെസ്റ്റഡ് എൻഡോമെന്റ് ഫണ്ടുകള് ഉപയോഗിക്കുന്നത് അതിന്റെ ഇൻവെസ്റ്റ്മെന്റിൽ, അതിന്റെ നിക്ഷേപത്തിലായിക്കോട്ടെ, വിത്ത്ഡ്രോവൽ അത് പിൻവലിക്കുന്ന കാര്യത്തിലായിക്കോട്ടെ, അതുപോലെ യൂസേജ് ഈ ഫണ്ടുകള് ശരിയായിട്ടുള്ള രീതിയിൽ ഉപയോഗിക്കണം. അതുമായിട്ട് ബന്ധപ്പെട്ട് ചില സ്പെസിഫിക് പോളിസീസ് ഉണ്ട്, ചില നയങ്ങളുണ്ട്. അതായത് തോന്നിയ പോലെ ഫണ്ട് എടുത്തൊന്നും അതിന് ഉപയോഗിക്കാനായിട്ട് പാടില്ല. ഇത് ചില പോളിസി ഉണ്ട്. അതിന്റെ നിക്ഷേപ തുകയിലായാലും അത് പിൻവലിക്കേണ്ട കാര്യത്തിലായാലും അത് ഏത് സന്ദർഭത്തിൽ ഉപയോഗിക്കണം, അത് തോന്നിയ കാര്യങ്ങൾക്കൊന്നും ആ ഫണ്ടൊന്നും എടുത്ത് ഉപയോഗിക്കാനായിട്ട് പാടില്ല. അതിനൊക്കെ ആയിട്ട് കൃത്യമായിട്ടുള്ള എന്തുണ്ട്, സ്പെസിഫിക് പോളിസീസുകളുണ്ട്, പ്രത്യേക നയങ്ങളുണ്ട്. അത് മനസ്സിലാക്കിയിരിക്കണം കേട്ടോ. പിന്നെന്താണ്, ഗിഫ്റ്റ്സ് കോൺട്രിബ്യൂഷൻസ് ടുവേർഡ്സ് ദ ജനറൽ ഫങ്ഷണൽ എക്സ്പെൻസസ്. അതായത് ഇപ്പോ ഹോസ്പിറ്റലിൽ നടത്തുന്ന ചില പൊതുവായിട്ടുള്ള ചില ഫങ്ഷൻസ് ഉദ്ദേശിക്കുന്നത് ഇപ്പൊ ചില ക്യാമ്പയിനിങ് ഒക്കെ നടത്താം അല്ലെ, ചില ആഴ്ചകളൊക്കെ അങ്ങനെയൊക്കെ ചെയ്യാം. ഇപ്പൊ ബ്രസ്റ്റ് ക്യാൻസറിനെ സംബന്ധിച്ച് അല്ലെങ്കിൽ സൗജന്യ നേത്രദാന ക്യാമ്പ്, അതിനെ കുറിച്ചുള്ള ചെറിയൊരു ഓറിയന്റേഷൻ ക്ലാസ്, ചില ഭാഗം ചില ഫങ്ഷൻസ് ആയിട്ടൊക്കെ അത് നടത്താം. അപ്പൊ അത്തരം ഫങ്ഷൻസിലേക്കൊക്കെ ലഭിക്കുന്ന ഗിഫ്റ്റുകൾ, കാര്യം അതൊക്കെ എന്താണ്, ചാരിറ്റബിൾ സർവീസസ് ആണ് അല്ലെ. ഇപ്പൊ നമ്മളൊരു സൗജന്യ ക്യാമ്പ് നടത്താം, അല്ലെങ്കിൽ സൗജന്യ ഹൃദയരോഗ നിർണയ ക്യാമ്പ് നടത്താം. അതൊക്കെ ഹോസ്പിറ്റലിൽ കേന്ദ്രീകരിച്ച് നടക്കുന്ന ജനറൽ ഫങ്ഷൻസുകളാണ്. അപ്പൊ അത്തരം ഫങ്ഷന്റെ ഒക്കെ ഭാഗമായിട്ട് അവർക്ക് ലഭിക്കുന്ന ഗിഫ്റ്റുകള്, അല്ലെങ്കിൽ ചില ലോക്കൽ ബോഡീസ് ഒക്കെ അതിന് ഒരുപാട് കോൺട്രിബ്യൂട്ട് ചെയ്യും. കാരണം ഇതൊരു ചാരിറ്റബിൾ സർവീസ് ആണ് അല്ലെ, ഒത്തിരി സാധാരണക്കാർക്ക് സേവനം കിട്ടുന്ന ഒരു ഫെസിലിറ്റിയാണ് അല്ലെ. അതിലേക്കൊക്കെ ചില ലോക്കൽ ബോഡീസ് കോൺട്രിബ്യൂട്ട് ചെയ്യും, ചിലർ ഗിഫ്റ്റ് ചെയ്യും. അതൊക്കെ എന്താണ്, ഹോസ്പിറ്റലിലേക്കുള്ള വരുമാന മാർഗമാണ്. മനസ്സിലായല്ലോ, ഇത് നമുക്കറിയാവുന്ന കാര്യമല്ലേ. അപ്പൊ നിങ്ങൾ പ്രധാനമായിട്ടും മനസ്സിലാക്കി വയ്ക്കാം, പ്രൈമറി സോഴ്സ് ഏതാന്ന് വെച്ചാൽ നിങ്ങൾ പറയാം ചാർജ് ഫ്രം ദ പേഷ്യന്റ്. അത് എങ്ങനെ ലഭിക്കുന്നത്, പേഷ്യന്റ് ഫുള്ളി എമൗണ്ട് സെറ്റ് ചെയ്യാം, അല്ലെങ്കിൽ ഒരു തേർഡ് പാർട്ടി അല്ലെ ഇൻഷുറൻസ് കമ്പനി വഴിയായിട്ട് അങ്ങോട്ട് സെറ്റിൽ ചെയ്യാൻ പറ്റും. പിന്നെ ഈ പറയുന്ന പോലെ എൻഡോമെന്റ് ഫണ്ടുകൾ മുഖേന ലഭിക്കുന്നത്. പിന്നെ റിസർച്ച് വർക്കിന്റെ ഭാഗമായിട്ട് ഹോസ്പിറ്റലിൽ ഇപ്പൊ എന്തെങ്കിലും പ്രത്യേക റിസർച്ച് വർക്കുകളൊക്കെ ചെയ്യുന്നുണ്ടെങ്കിൽ അതിന് പക്ഷേ ഗവൺമെന്റ് ഫണ്ട് ചെയ്യും, അല്ലെങ്കിൽ വലിയ വലിയ കോർപ്പറേറ്റ് കമ്പനികൾ ഫണ്ട് ചെയ്യും. ഹോസ്പിറ്റലിലേക്കുള്ള വരുമാന മാർഗമാണ് കേട്ടോ. ജനറൽ ആയിട്ടുള്ള കാര്യങ്ങളാണ് അറിയാവുന്നതാണ് കേട്ടോ. പിന്നെ അടുത്തത് നമുക്ക് നോക്കാനുള്ളത് ക്ലിയർ അല്ലേ ഇതൊരു പറഞ്ഞത്? ഓക്കെ ആണല്ലോ. അപ്പൊ നമുക്കിനി അടുത്ത ഭാഗത്തേക്ക് പോവാം. എന്താണ്, പ്രോബ്ലംസ് ഓഫ് ദ ഫാർമസി സർവീസസ്. അവിടുത്തെ ക്വസ്റ്റ്യൻസ് പ്രതീക്ഷിക്കാണ്ടാവും. ഈ ഭാഗത്ത് നമുക്ക് ക്വസ്റ്റ്യൻസ് നേരത്തെ പറഞ്ഞ മെഡിക്കേഷൻ പ്രൊസീജിയർ, അതിൽ നിന്ന് വലിയ ക്വസ്റ്റ്യൻസ് ചോദിക്കാണ്. ജനറൽ ആയിട്ട് അറിയേണ്ട ക്വസ്റ്റ്യൻ. അതിൽ നിന്ന് വരാവുന്ന ക്വസ്റ്റ്യൻ ഇതാണ്, നമ്മളൊരു മെഡിക്കേഷൻ ഓർഡർ അല്ലെങ്കിൽ ഒരു ഇന്റന്റ് കൊടുക്കുന്നതിനേക്കാളും മുമ്പ് എന്തെല്ലാം കാര്യങ്ങൾ ചെക്ക് ചെയ്യേണ്ടതുണ്ട് അതൊക്കെ പഠിച്ചു വെക്കാം. പേഷ്യന്റ് ഐ ഡി നമ്പർ, ബെഡ് നമ്പർ, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചെക്ക് ചെയ്യണമെന്ന് മനസ്സിലാക്കി വെക്കാം. അതുപോലെ ഫിനാൻസിൽ നിങ്ങൾ കൂടുതൽ ഫോക്കസ് ചെയ്യുന്നത് പ്രൈമറി സോഴ്സ് ഓഫ് ഫിനാൻസ് ഏതാണ് ഒരു ഹോസ്പിറ്റലിനെ സംബന്ധിച്ചിടത്തോളം എന്നൊരു ക്വസ്റ്റ്യൻ തന്നെയാണെങ്കിൽ ദാറ്റ് ഇസ് ദ ചാർജ് ഫ്രം ദ പേഷ്യന്റ്. പിന്നെ അല്ലാത്ത മാർഗങ്ങളുണ്ട്, അത് നിങ്ങൾക്ക് അറിയാലോ. ഇനി നമുക്ക് നോക്കാനുള്ളത് പ്രോബ്ലംസ് ഓഫ് ദ ഫാർമസി സർവീസ്. ഫാർമസി സേവനങ്ങളുമായിട്ട് ബന്ധപ്പെട്ട് ചില പ്രശ്നങ്ങൾ, അല്ലെങ്കിൽ ഫാർമസി എന്ന് പറയുന്ന ആ ഒരു സപ്പോർട്ടീവ് ഡിപ്പാർട്ട്മെന്റ് ഫേസ് ചെയ്യുന്ന ചില പ്രശ്നങ്ങളുണ്ട്. നമ്മൾ ഡയറക്ടറി ഡിപ്പാർട്ട്മെന്റ് പഠിച്ചപ്പോഴാണ് തോന്നുന്നത് അല്ലെ, നമ്മൾ അവിടെയും പഠിച്ചിരുന്നു. ഡയറക്ടറി ഡിപ്പാർട്ട്മെന്റ് ഫേസ് ചെയ്യുന്ന ചില ഇഷ്യൂസ് നമ്മൾ പറയുന്നത് 2 പോയിന്റ്സ് ഒക്കെ നമ്മൾ പറഞ്ഞിരുന്നു എന്നതുപോലെ തന്നെ ഒരു കാര്യമാണ് കേട്ടോ. ഫാർമസി ഫേസ് ചെയ്യേണ്ടി വരുന്ന ചില പ്രോബ്ലംസുകൾ എന്തൊക്കെയാണ് അത് കൃത്യമായിട്ട് മനസ്സിലാക്കി വെക്കണം. ഏതൊക്കെ പ്രോബ്ലംസ് ആണെന്ന് നോക്കി വെക്കണം. ഒന്നാമത്തെ എന്താണ്, പിൽഫെറേജ്. എന്താണ് പിൽഫെറേജ്? എന്താണ് പിൽഫെറേജ് എന്ന് പറഞ്ഞാല് തെഫ്റ്റ് ആണ്, കളവാണ് കേട്ടോ ഉദ്ദേശിക്കുന്നത്. കളവ്, മോഷണം. ഓക്കെ, അതാണ് കേട്ടോ വാക്കിന്റെ അർത്ഥം. പിൽഫെറേജ് ദാറ്റ് മീൻസ് തെഫ്റ്റ് അല്ലെങ്കിൽ കളവ്. ഇപ്പൊ നമ്മള് കഴിഞ്ഞ ഇന്റൻഡിങ് ഓഫ് ഡ്രഗ്സ് പഠിച്ചപ്പോ നമ്മൾ ഒരു പോയിന്റ് പറഞ്ഞിരുന്നു. അതായത് ഓവർ സ്റ്റോക്കിംഗ് ഒക്കെ വന്നു കഴിഞ്ഞാൽ അവിടെ എന്തിനുള്ള സാധ്യതയുണ്ട്, തെഫ്റ്റിനുള്ള സാധ്യതയുണ്ട്. ചില മരുന്നുകൾ നമ്മൾ ഒരുപാട് സ്റ്റോക്ക് ചെയ്ത് വെക്കാന്ന് വിചാരിക്കാം. അപ്പൊ നല്ല വില കൂടിയ മരുന്നുകളൊക്കെ ഒരുപാട് ഇരിക്കുമ്പോൾ സ്വാഭാവികമായിട്ട് ഇതെല്ലാം കൈകാര്യം ചെയ്യുന്നത് മനുഷ്യരാണല്ലോ. അപ്പൊ അവിടെ ഇങ്ങനെയുള്ള പ്രശ്നങ്ങൾ എന്തായാലും ഉണ്ടാകുന്നുള്ളത് നമുക്ക് ഊഹിക്കാം.
അപ്പൊ എന്തുണ്ടാവും, ചിലപ്പോൾ കുറെ മരുന്നുകളൊക്കെ കിടക്കുമ്പോൾ അതിലിപ്പോ ഒന്നോ രണ്ടെണ്ണോ പോയതിന് വലിയ പ്രശ്നമൊന്നുമില്ല എന്നൊക്കെ തോന്നിയിട്ട് ചിലപ്പോ കളവ് സംഭവിക്കാം. അതൊരു പ്രശ്നമാണ് കേട്ടോ, ഫാർമസി ഫേസ് ചെയ്യുന്ന ഒരു പ്രശ്നമാണ്. അതെ അതെ സാർ, ഓവർ സ്റ്റോക്ക് ചെയ്തത് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞിരുന്നു. അപ്പൊ പിൻവലിച്ചു കേട്ടോ. പിന്നെ രണ്ടാമത്തെ എന്താണ്, ഡിസ്ട്രക്ഷൻ ബൈ ദ ഇൻസെക്ട്സ് ആൻഡ് റാറ്റ്സ്. അപ്പൊ മരുന്നുകൾ വെക്കുമ്പോൾ നമ്മൾ ഈ പറയുന്ന കീടങ്ങള്, ഇൻസെക്ട് മൂലം, റാറ്റ്, എലികളുടെ ഒക്കെ ശല്യം മൂലമൊക്കെ ചിലപ്പോൾ മരുന്നുകൾ ഡാമേജ് ആവാനുള്ള സാധ്യതയുണ്ട്. എപ്പോഴും വരുന്നു എന്നല്ല കേട്ടോ, അതിനുള്ള പ്രിക്കോഷൻസ് ഒക്കെ അവർ എടുക്കും, എങ്കിൽ കൂടിയും അങ്ങനെയുള്ള സാധ്യതയുണ്ട് അല്ലെ. ഡിസ്ട്രക്ഷൻ ബൈ ദ ഇൻസെക്ട്സ് ആൻഡ് റാറ്റ്സ് രണ്ടാമത്തെ പ്രോബ്ലം. മൂന്നാമത്തെ എന്താണ്, ഔട്ട്ഡേറ്റഡ് ഡ്രഗ്സ്. എന്താണ് ഔട്ട്ഡേറ്റഡ് ഡ്രഗ്സ്? അത് നിങ്ങൾ ചിന്തിക്കരുത്, എക്സ്പയറി ഡേറ്റ് കഴിഞ്ഞാൽ നമുക്ക് വിചാരിക്കരുത്, അത് വേറെ പോയിന്റ് ആണ്. ഔട്ട്ഡേറ്റഡ് ഡ്രഗ്സ് എന്ന് പറഞ്ഞാൽ എന്താണ്, അതായത് ആ മരുന്നുകൾ നിലവിലിപ്പില്ല, റദ്ദാക്കപ്പെടും. ചില മരുന്നുകൾ നമ്മൾ ബാൻ ചെയ്യും. ചിലപ്പോൾ 2 മാസം മുമ്പ് വരെ വിപണിയിൽ ഇറക്കിക്കൊണ്ടിരുന്ന അതെ ന്യൂ എഡിഷൻ, കറക്റ്റ് ആണ്, ന്യൂ എഡിഷൻ വരും. ഇപ്പൊ നമ്മൾ 2 മാസം മുമ്പ് ഉപയോഗിച്ചുകൊണ്ടിരുന്ന മരുന്നാണ്, എന്തെങ്കിലും കാരണവശാൽ അതിന് എന്തെങ്കിലും സൈഡ് ഇഫക്ട് ഉണ്ടെന്നോ അങ്ങനെ എന്തെങ്കിലും കണ്ടുപിടിച്ചു കഴിഞ്ഞാൽ ഡോക്ടേഴ്സ് അസോസിയേഷനിന്റെ, വേൾഡ് ഹെൽത്ത് ഓർഗനൈസേഷനൊക്കെ ആ മരുന്ന് സമ്പൂർണ്ണമായിട്ട് തന്നെ നമുക്ക് നിരോധിക്കും അല്ലെ. വേറെ വല്ല അഡ്വേഴ്സ് ഇഫക്റ്റുകളൊക്കെ അതന്നെ ബാൻ മെഡിസിൻ അതന്നെ, അതാണ് ഉദ്ദേശിക്കുന്നത് കേട്ടോ, ഔട്ട്ഡേറ്റഡ് ഡ്രഗ്സ്. ഈ അടുത്ത കാലത്ത് നമ്മുടെ മഫ്താൻ കോട്ട് എന്ന് പറഞ്ഞിട്ടൊരു മരുന്നുണ്ടായിരുന്നു, ഇത് വളരെ പെയിൻ കില്ലർ ഒക്കെയാണ്, സൈഡ് ഇഫക്ട്സ് ഒക്കെ ഉള്ളവർക്ക് എഴുതുന്ന മരുന്നാണ്. അതല്ലാണ്ട് കോമൺ എന്ത് പെയിൻ ഒക്കെ വരുമ്പോൾ ഉപയോഗിക്കുന്ന ഒരു മരുന്നാണ്. പക്ഷെ അത് ഈ അടുത്ത കാലത്ത് അത് ഒത്തിരി സൈഡ് ഇഫക്ട് ഉണ്ടാക്കുന്നുണ്ട്, അതായത് ഇന്റേണൽ ഓർഗൻസിന് ഒരുപാട് ഡാമേജ് ചെയ്യിക്കുന്നുണ്ട് ആ മരുന്നിന്റെ ഉപയോഗം എന്ന് പറഞ്ഞുകൊണ്ട് ആ മരുന്ന് ഈ അടുത്ത കാലത്ത് ബാൻ ചെയ്യപ്പെട്ടിട്ടുണ്ട്. അപ്പൊ അത്തരത്തിലുള്ള ഔട്ട്ഡേറ്റഡ് ആയിട്ടുള്ള ഡ്രഗ്സുകൾ കേട്ടല്ലോ. ഓക്കെ, പിന്നെന്താണ് എക്സ്പയറി ഡ്രഗ്സ്? നിങ്ങൾക്കറിയാലോ, എക്സ്പയറി ഡേറ്റ് കഴിഞ്ഞിട്ടുള്ളത് നമ്മൾ സ്റ്റോക്ക് ചെയ്ത് വെച്ചു, അത് വലിയ ചെലവായില്ല, ചെലവാകുന്ന ഒരു സിറ്റുവേഷൻ ഉണ്ടായില്ല, അത് എക്സ്പയറി ഡേറ്റ് ആയി പോയിട്ടുണ്ടാവും അല്ലെ, കാലഹരണം ചെയ്യപ്പെട്ടിട്ടുണ്ട്. അതൊക്കെ പ്രോബ്ലംസ് ആണ് ഒരു ഫാർമസിക്ക് വരുന്നത്. പിന്നെന്താണ് ക്യാരിയിങ് കോസ്റ്റ്? ക്യാരിയിങ് കോസ്റ്റ് എന്ന് വെച്ചാൽ വേറെ ഒന്നുമില്ല, ട്രാൻസ്പോർട്ടേഷൻ കോസ്റ്റ് കേട്ടോ, അത് തന്നെയാണ് ഈ ക്യാരിയിങ് കോസ്റ്റ്. ചില മരുന്നുകൾ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞിരുന്നു, അതെ അതെ ക്യാരിയിങ് കോസ്റ്റ്. ഇവിടെ ഉദ്ദേശിക്കുന്നത് ട്രാൻസ്പോർട്ടേഷൻ ചാർജ് ആണ് കേട്ടോ. ചില മരുന്നുകൾ നമ്മൾക്കറിയാലോ, നമ്മൾ പർച്ചേസിംഗ് ഓർഡർ കൊടുക്കും അല്ലെ, അവിടെ നിന്ന് സപ്ലൈ ചെയ്ത് കൊണ്ടുവരണമെങ്കിൽ അതിന് ട്രാൻസ്പോർട്ടേഷൻ ചാർജ് വേണ്ടി വരും. പിന്നെ ചില മരുന്നുകൾ നമ്മൾ പറഞ്ഞ നാട്ടിൽ കിട്ടാനുണ്ടാവില്ല അല്ലെ, അബ്രോഡ്, അതെ ട്രാൻസ്പോർട്ട് കോസ്റ്റ് ആണ് കേട്ടോ. അബ്രോഡിൽ നമുക്ക് കൊണ്ടുവരുന്ന ചില മരുന്നുകൾ ഉണ്ടാവും, അതിന്റെ ട്രാൻസ്പോർട്ടേഷൻ ചാർജ് എന്ന് പറഞ്ഞാൽ അത്യാവശ്യം കൂടുതലായിരിക്കും. അത് ഫാർമസിക്ക് ഫേസ് ചെയ്യുന്ന ഒരു പ്രോബ്ലം ആണ് കേട്ടോ. പിന്നെന്താണ് ഷോർട്ടേജ് കോസ്റ്റ്? അത് 2 തരത്തിൽ നമുക്ക് പറയാം. ഷോർട്ടേജ് കോസ്റ്റ്, അതായത് ഇപ്പം ചില മരുന്നുകൾ അണ്ടർ സ്റ്റോക്ക് ആണ്, ആവശ്യത്തിന് ഇല്ലാന്ന് വിചാരിക്കും, ഷോർട്ടേജ് വരെയാണ്. സ്വാഭാവികമായിട്ട് നമുക്ക് എന്ത് ചെയ്യേണ്ടി വരും, ഷോർട്ടേജ് വന്നാൽ അത്യാവശ്യം ഡിമാൻഡ് ഉള്ള മരുന്നാണെന്ന് വെച്ചാൽ നമുക്ക് വീണ്ടും ഇത് ഓർഡർ ചെയ്യേണ്ടി വരും. ആ രീതിയിൽ നമ്മുടെ കോസ്റ്റ് കൂടും. അതെ, മരുന്ന് കുറവ് സംഭവിക്കും, ഷോർട്ടേജ് കോസ്റ്റ് വരും. ഓക്കെ, അപ്പൊ ആ മരുന്നിന്റെ ഡിമാൻഡുള്ള മരുന്നാണ്, പക്ഷെ അത് വളരെ ഷോർട്ടേജ് ആണ്, കുറവാണ്. അപ്പൊ എന്ത് വരും, നമുക്ക് വീണ്ടും ഓർഡർ ചെയ്ത് കൊണ്ടുവരേണ്ടതായിട്ട് വരും. അപ്പൊ അവിടെ കോസ്റ്റ് അതിനനുസരിച്ച് കൂടും, അങ്ങനെയും പറയാം. പിന്നെ വേറൊരു തരത്തിലും കോസ്റ്റ് കൂടാം, അതായത് നമ്മളിപ്പോ വരുന്ന മരുന്നുകൾ ഒന്നില്ലെങ്കിൽ നമ്മൾ മാനുഫാക്ചർ ചെയ്യണം, അല്ലെങ്കിൽ എന്ത് ചെയ്യണം, നമ്മളത് ഓർഡർ ചെയ്ത് കൊണ്ടുവരണം അല്ലെ. അപ്പൊ ചിലപ്പോൾ നമ്മള് പിന്നെ സപ്ലൈയിങ് കമ്പനീസിലേക്ക് നമ്മൾ ഓർഡർ കൊടുക്കുകയാണ്, ഒരു മരുന്നിന് ഓർഡർ കൊടുക്കുകയാണ്. ഓർഡർ കൊടുക്കുമ്പോൾ ആ ഒരു കമ്പനിക്ക് ചിലപ്പോൾ ആ മരുന്ന് നിർമ്മിക്കാൻ ആവശ്യമായിട്ടുള്ള റോ മെറ്റീരിയൽസ് ചിലപ്പോൾ കുറവാണെന്ന് വിചാരിക്കും, അപര്യാപ്തമാണെന്ന് വിചാരിക്കും. അപ്പൊ അതിനനുസരിച്ച് അവർക്ക് കോസ്റ്റ് കൂടും. കാരണം ഇത് കിട്ടാൻ ഡിമാൻഡുള്ള സാധനമാകുമ്പോ അതിന് ഓർഡർ വരുമ്പോൾ അവർ കൂടുതൽ കോസ്റ്റ് ഫാർമസിയിൽ നിന്ന് അവർ വാങ്ങും. മനസ്സിലായോ? അപ്പൊ അതിലേക്ക് കൂടുതൽ ചിന്തിക്കേണ്ട. ഷോർട്ടേജ് വസ്തു നിങ്ങൾക്ക് അറിയാലോ, ഷോർട്ടേജ് വരുമ്പോൾ നമുക്ക് വീണ്ടും ഓർഡർ ചെയ്യേണ്ടതായിട്ട് വരും, അതിനനുസരിച്ച് കോസ്റ്റ് കൂടും. ക്ലിയർ? അപ്പൊ നമ്മൾ 6 പ്രോബ്ലംസ് പഠിച്ചു വെക്കുക കേട്ടോ. താഴെ തന്നിരിക്കുന്നവര് ഫാർമസി ഫേസ് ചെയ്യുന്ന പ്രോബ്ലംസ് ഏതൊക്കെയാണ്, ഉൾപ്പെടുന്നത് ഏത്, വേറെ വല്ല ഡിപ്പാർട്ട്മെന്റിന്റെ പ്രോബ്ലംസ് കൂടെ മിക്സ് ചെയ്ത് തരും. എന്നിട്ട് ചോദിക്കും ഫാർമസി ഫേസ് ചെയ്യുന്ന പ്രോബ്ലംസ് ഏതാണെന്ന് ചോദിക്കും. നമുക്ക് ഐഡന്റിഫൈ ചെയ്യാൻ പറ്റുന്നു കേട്ടോ. ഏതൊക്കെയാണ്? ഡിഫറൻസ്, ഡിസ്ട്രക്ഷൻ ബൈ ദ ഇൻസെക്ട്സ് ആൻഡ് റാറ്റ്സ്, ഔട്ട്ഡേറ്റഡ് ഡ്രഗ്സ്, എക്സ്പയറി ഡ്രഗ്സ്, ക്യാരിയിങ് കോസ്റ്റ്, അത് തന്നെയാണ് കേട്ടോ. ട്രാൻസ്പോർട്ടേഷൻ കോസ്റ്റ് ഞാൻ പറഞ്ഞിരുന്നു, ട്രാൻസ്പോർട്ടേഷൻ കോസ്റ്റ് തന്നെയാണ് കേട്ടോ. പിന്നെന്താണ്? ഷോർട്ടേജ് കോസ്റ്റ്. ക്ലിയർ ആണല്ലോ? ഓക്കെ, ഇത്രയേ ഉള്ളൂ കേട്ടോ. പിന്നെന്താണ്? റോൾ ഓഫ് ദ ചീഫ് ഫാർമസിസ്റ്റ്. നമുക്കറിയാം അല്ലെ, ഇനി നമ്മൾ പഠിക്കാൻ പോകുന്നത് അവസാനം ഏത് ചാപ്റ്ററിന്റെ അവസാനം ഒരു റെസ്പോൺസിബിലിറ്റി അല്ലെങ്കിൽ റോള് നമുക്ക് പഠിക്കാനുണ്ടാവും അല്ലെ. ഓക്കെ, അപ്പൊ അത് ഇവിടെ വന്നിട്ടുണ്ട്, റോൾ ഓഫ് ദ ചീഫ് ഫാർമസിസ്റ്റ്.
ഒരു ചീഫ് ഫാർമസിസ്റ്റിന്റെ റോൾ എന്താണ്, അദ്ദേഹത്തിന്റെ റെസ്പോൺസിബിലിറ്റി എന്താണ്? മനസ്സിലായല്ലോ? ആരാണ് ചീഫ് ഫാർമസിസ്റ്റ്? നമ്മൾ ഫ്ലോ ചാർട്ട് പഠിച്ചപ്പോ പറഞ്ഞിരുന്നു കേട്ടോ. ആ മെഡിക്കൽ ഡയറക്ടറുടെ തൊട്ട് താഴെ വരുന്ന ആളാണ് ചീഫ് ഫാർമസിസ്റ്റ് അല്ലെ. അദ്ദേഹം ഒരു സീനിയർ സ്റ്റാഫ് ആണ് who manages the entire pharmacy അല്ലെ. ആ മുഴുവൻ ഫാർമസിനെയും നിയന്ത്രിക്കുന്നത്, കൈകാര്യം ചെയ്യുന്ന വ്യക്തിയാണ്. സീനിയർ സ്റ്റാഫ് ആണ് ആരെന്ന് പറയുന്നത്? ചീഫ് ഫാർമസിസ്റ്റ്. അദ്ദേഹത്തിന്റെ ക്വാളിഫിക്കേഷൻ എന്തായിരുന്നു? ഓർമ്മയില്ല നിങ്ങൾക്ക്? എന്തായിരുന്നു ക്വാളിഫിക്കേഷൻ? എംഫാം ആയിരുന്നു കേട്ടോ. എംഫാം, അതായത് മാസ്റ്റർ ഓഫ് ഫാർമസി. നമ്മൾ ആ ഫ്ലോ ചാർട്ട് പറഞ്ഞപ്പോ പറഞ്ഞിരുന്നു. ഓക്കെ, അദ്ദേഹത്തിന്റെ റോൾ എന്താണെന്നാണ് ഇനി നമ്മൾ പഠിക്കുന്നത് കേട്ടോ. ഓക്കെ, അതിൽ നിന്ന് വേണമെങ്കിൽ ഒരു ക്വസ്റ്റ്യൻ ഒക്കെ പ്രതീക്ഷിക്കാം. അപ്പൊ ഓരോ പോയിന്റ് നോക്കാം. സിമ്പിൾ ആണ്. ഫുൾഫില്ലിംഗ് ഓഫ് ഡിസിഷൻ ഓഫ് തെറാപ്യൂട്ടിക് കമ്മിറ്റി. ഏതാണ് തെറാപ്യൂട്ടിക് കമ്മിറ്റി? നമ്മൾ DTC എന്നൊക്കെ പറഞ്ഞു പഠിച്ചില്ലേ? ഡ്രഗ്സ് ആൻഡ് തെറാപ്യൂട്ടിക് കമ്മിറ്റി. ആ കമ്മിറ്റിയുടെ തീരുമാനങ്ങളെ അല്ലെങ്കിൽ ശുപാർശകളെ, നിർദ്ദേശങ്ങളെ എന്താണ്? ഫുൾഫിൽ ചെയ്യുക, പൂർത്തീകരിക്കുക, അല്ലെങ്കിൽ അത് എന്താണ് പറയാ, പ്രാവർത്തികമാക്കുക. അത് ആരിലൂടെയാണ് നടത്തുന്നത്? ചീഫ് ഫാർമസിസ്റ്റ് ആണ് അല്ലെ. അല്ലെങ്കിൽ നമ്മൾ ഈ ഒരു പോയിന്റ് തുടക്കം തൊട്ട് പഠിക്കുന്നതാണ്. ഫങ്ഷൻസ്, ഒബ്ജക്റ്റീവ്സ് ഒക്കെ തൊട്ട് പഠിക്കുന്നതാണ് അല്ലെ. ഡ്രഗ്സ് ആൻഡ് തെറാപ്യൂട്ടിക് കമ്മിറ്റികളുടെ നിർദ്ദേശങ്ങളെല്ലാം തന്നെ പ്രാവർത്തികമാക്കുക. ആ പോയിന്റ് തന്നെയാണ് കേട്ടോ. അത് ആരിലൂടെയാണ് നടത്തുന്നത്? ചീഫ് ഫാർമസിസ്റ്റ് ആണ് അതിനെ സൂപ്പർവൈസ് ചെയ്യുന്നത് കേട്ടോ. ഫുൾഫില്ലിംഗ് ഓഫ് ദ ഡിസിഷൻ ഓഫ് തെറാപ്യൂട്ടിക് കമ്മിറ്റി. ക്ലിയർ? അടുത്തത് dispensing of drugs, pharmaceuticals and chemicals to the separate areas. അതായത് ഓരോ പ്രത്യേക വിഭാഗങ്ങളിലേക്കുള്ള മരുന്നുകള്, ഫാർമസ്യൂട്ടിക്കൽസ്, കെമിക്കൽസ് ഇതെല്ലാം തന്നെ വിതരണം ചെയ്യുക. പ്രത്യേക വിഭാഗം എന്ന് പറഞ്ഞാൽ എന്താണ്? സെപ്പറേറ്റ് ഏരിയ എന്ന് പറയുമ്പോൾ ഇപ്പൊ ഇൻപേഷ്യൻസ് ഉണ്ടായിരിക്കും, റൂമില് പേഷ്യൻസ് ഉണ്ടായിരിക്കും, ഔട്ട് പേഷ്യൻസ് ഉണ്ടായിരിക്കും, അങ്ങനെ നമ്മൾ ഓരോ സെപ്പറേറ്റ് വിഭാഗങ്ങളുണ്ട് അല്ലെ. എല്ലായിടത്തും പേഷ്യൻസ് വരുന്നുണ്ട്. അപ്പൊ ഓരോ സെപ്പറേറ്റ് ഏരിയയിലേക്കും ഈ പറയുന്ന മരുന്നുകള്, ഫാർമസ്യൂട്ടിക്കൽസ്, കെമിക്കൽസ് എല്ലാം തന്നെ വിതരണം ചെയ്യുക. ഓക്കെ, പിന്നെന്താണ്? മെയിൻ്റനൻസ് ഓഫ് ദ ആസെപ്റ്റഡ് സ്റ്റോക്ക് ഓഫ് എമർജൻസി ഡ്രഗ്സ് ആൻഡ് ആന്റിഡോട്ട്സ്. ഇവിടെ വായിക്കാണ്. മെയിൻ്റനൻസ് ഓഫ് ആസെപ്റ്റഡ് സ്റ്റോക്ക് ഓഫ് എമർജൻസി ഡ്രഗ്സ് ആൻഡ് ആന്റിഡോട്ട്സ്. അതായത് എമർജൻസി ഡ്രഗ്സുകൾ, അതായത് അടിയന്തര മരുന്നുകൾ ഉണ്ടായിരിക്കും. അതുപോലെ തന്നെ ആന്റിഡോട്ട്സ്. ആന്റിഡോട്ട്സ് എന്ന് പറഞ്ഞാല് മറുമരുന്നുകൾ എന്നാണ് കേട്ടോ. മറുമരുന്നുകൾ എന്ന് വെച്ചാൽ എന്താ ഉദ്ദേശിക്കുന്നത്? നമ്മുടെ ശരീരത്തിൽ എന്തെങ്കിലും ടോക്സിക്കോ പോയിസണോ ഉണ്ടായിക്കഴിഞ്ഞാല് ആ ഒരു ഇഫക്റ്റിനെ ഇല്ലായ്മ ചെയ്യുന്നതിന് വേണ്ടിയിട്ട് നമ്മൾ കൊടുക്കുന്ന ചില മരുന്നുകളുണ്ട്. മറുമരുന്ന് എന്നാണ് അതിനെ പറയാം. ഇപ്പൊ ചില മരുന്ന് തന്നെ നമ്മൾ ഓവർഡോസ് ആയിട്ട് കഴിച്ചാൽ എന്താണ്? ടോക്സിക് ഇഫക്റ്റ് ആണ് നമ്മുടെ ശരീരത്തിൽ ഉണ്ടാക്കുക അല്ലെ. അപ്പൊ അത്തരത്തിലുള്ള ടോക്സിക് ഇഫക്റ്റിനെ ഇല്ലായ്മ ചെയ്യാനായിട്ട് നമ്മൾ വേറെ ആന്റിഡോട്ട്സ് കൊടുക്കും, മറുമരുന്നുകൾ കൊടുക്കും. ഓക്കെ, അതാണ് ആന്റിഡോട്ട്സ് കേട്ടോ. അപ്പൊ ഇത്തരത്തില് എമർജൻസി ആയിട്ടുള്ള അടിയന്തര മരുന്നുകളുടെ, മറുമരുന്നുകളുടെയൊക്കെ ആക്സെപ്റ്റഡ് സ്റ്റോക്ക്, അതായത് അംഗീകൃതമായിട്ടുള്ള സ്റ്റോക്ക് നിലനിർത്തുക. ഇത്ര എമൗണ്ട് അത് സൂക്ഷിക്കണം, ഫാർമസിയിൽ ഉണ്ടായിരിക്കണം, അത് നിർബന്ധമാണ്. ആ ഒരു ആക്സെപ്റ്റഡ് സ്റ്റോക്ക്, ഒരു അംഗീകൃതമായിട്ടുള്ള സ്റ്റോക്ക് നിലനിർത്തുക എന്നുള്ളത് നമ്മുടെ ചീഫ് ഫാർമസിസ്റ്റിന്റെ ഉത്തരവാദിത്തത്തിൽ പെട്ടതാണ്. അദ്ദേഹത്തിന്റെ അണ്ടറിലാണ് മുഴുവൻ ഫാർമസി വർക്ക് ചെയ്യുന്നത് അല്ലെ. അദ്ദേഹത്തിന്റെ റോളാണ് കേട്ടോ പറഞ്ഞത്. മെയിൻ്റനൻസ് ഓഫ് ദ ആക്സെപ്റ്റഡ് സ്റ്റോക്ക് ഓഫ് എമർജൻസി ഡ്രഗ്സ് ആൻഡ് ആന്റിഡോട്ട്സ്. ക്ലിയർ ആണല്ലോ? ഓക്കെ, അടുത്തത് എന്താണ്? ഡിസ്പെൻസിങ് ഓഫ് ദ നാർക്കോട്ടിക് ഡ്രഗ്സ് ആൻഡ് അക്കൗണ്ടിങ്. നമ്മൾ നേരത്തെ പറഞ്ഞില്ലേ നാർക്കോട്ടിക് ഡ്രഗ്സ്. അപ്പൊ അതിന്റെ വിതരണവും അതിന്റെ അക്കൗണ്ടിങ് അല്ലെ, അതിന്റെ കണക്കും കാര്യങ്ങളും. കാര്യം എന്താണെന്ന് വെച്ചാൽ ഇത്തരത്തിലുള്ള നാർക്കോട്ടിക് ഡ്രഗ്സ് ഒക്കെ കൊടുക്കാനായിട്ട് ലൈസൻസ്ഡ് ആയിട്ടുള്ള ഫാർമസിസ്റ്റുകൾക്കേ സാധിക്കുള്ളൂ. അല്ലെങ്കിൽ അത്തരം ലൈസൻസ്ഡ് ആയിട്ടുള്ള ഫാർമസിസ്റ്റുകൾ മാത്രമാണ് അങ്ങനെയുള്ള മരുന്നുകൾ ഡിസ്പെൻസ് ചെയ്യാനും കൈകാര്യം ചെയ്യാനൊക്കെയുള്ള റൈറ്റ് അവർക്കാണുള്ളത്. ചീഫ് ഫാർമസിസ്റ്റിനായിരിക്കും അത് ഉണ്ടായിരിക്കുക കേട്ടോ. അദ്ദേഹമാണ് നാർക്കോട്ടിക് ഡ്രഗ്സുകൾ വിതരണം ചെയ്യുന്നതും അതിന്റെ കണക്കും കാര്യങ്ങളൊക്കെ കീപ്പ് ചെയ്യുന്നത് ഈ പറയുന്ന ചീഫ് ഫാർമസിസ്റ്റ് ആണ്. അദ്ദേഹമാണ് ലൈസൻസ്ഡ് പേഴ്സൺ. ഓക്കെ, ക്ലിയർ ആണല്ലോ? മറ്റുള്ള മരുന്നുകൾ പോലെ അല്ലല്ലോ. നാർക്കോട്ടിക് ഡ്രഗ് എന്ന് പറയുമ്പോൾ മിസ്യൂസ് ചെയ്യപ്പെടാൻ സാധ്യതയുള്ള മരുന്നുകളാണ് കേട്ടോ. അപ്പൊ അത് കൃത്യമായിട്ട് ഡിസ്പെൻസ് ചെയ്യാം. ഇനി അടുത്തതാണ് ഡെസിഗ്നേഷൻ ഫോർ ദ വാരിയസ് ഫ്ലൂയിഡ്സ്. എന്താണ് ഡെസിഗ്നേഷൻ ഫോർ ദ വാരിയസ്? എന്താണ് ഷർമിനിസ? ഏതാണ്? ഡിസ്പെൻസിങ് ഓഫ് നാർക്കോട്ടിക് ഡ്രഗ്സ് ആണോ? അതായത് നാർക്കോട്ടിക് ഡ്രഗ്സുകളില്ലേ, നമ്മൾ നേരത്തെ പഠിച്ചില്ലേ? നാർക്കോട്ടിക് ഡ്രഗ്സുകളെ നമ്മൾ തളർത്തുന്നത്, നമ്മളെ മയക്കുന്നതായിട്ടുള്ള ചില മരുന്നുകളുണ്ട്, സൈക്കോ ആക്റ്റീവ്. അത്തരത്തിലുള്ള നാർക്കോട്ടിക് ഡ്രഗ്സുകളുടെ വിതരണം, ഓക്കെ, അതിന്റെ വിതരണം ചെയ്യുന്നതും അതിന്റെ കണക്കും കാര്യങ്ങളൊക്കെ നോക്കേണ്ടതും ആരാണ്? ചീഫ് ഫാർമസിസ്റ്റ് ആണ്.
കാര്യം മറ്റുള്ള മരുന്നുകൾ പോലെയല്ല. നാർക്കോട്ടിക് ഡ്രഗ്സ് എന്ന് പറയുമ്പോൾ അത് മിസ്യൂസ് ചെയ്യപ്പെടാനുള്ള സാധ്യതയുണ്ട്. അപ്പൊ അത് വളരെ ലൈസൻസ്ഡ് ആയിട്ടുള്ള ഒരു ഫാർമസിസ്റ്റ് മാത്രമാണ് ഇങ്ങനെയുള്ള മരുന്നുകളൊക്കെ കൈകാര്യം ചെയ്യാമോ. അത് സ്റ്റോർ ചെയ്യാനും അത് വിതരണം ചെയ്യാനൊക്കെ ഉള്ള ഒരു അവകാശം അല്ലെങ്കിൽ അതിന്റെ ഒരു റെസ്പോൺസിബിൾ പേഴ്സൺ എന്ന് പറയുന്നത് ചീഫ് ഫാർമസിസ്റ്റ് ആണ് കേട്ടോ. മനസ്സിലായില്ലേ പറഞ്ഞത്? അടുത്തത് എന്താണ്? ഡെസിഗ്നേഷൻ ഫോർ ദ വാരിയസ് ഫ്ലൂയിഡ്സ് എന്ന് പറഞ്ഞാല് വ്യത്യസ്തങ്ങളായിട്ടുള്ള ഫ്ലൂയിഡുകളുടെ ഡെസിഗ്നേഷൻ ഒക്കെ ചെയ്യുന്നത് ചീഫ് ഫാർമസിസ്റ്റ്. മനസ്സിലായിട്ടുണ്ടാവുക. വാരിയസ് ഫ്ലൂയിഡ്സ് എന്ന് പറഞ്ഞാലേ വേറൊന്നുമല്ല, നമ്മുടെ IV ഫ്ലൂയിഡ്സുകളൊക്കെ ഇല്ലേ, ഇൻട്രാവെനസ് ഫ്ലൂയിഡുകൾ. ഇപ്പൊ നമുക്ക് വലിയ തലകറക്കം വന്നു, അല്ലെങ്കിൽ നമ്മൾ പെട്ടെന്ന് എവിടെയെങ്കിലും തലകറങ്ങി വീണു, ഡീഹൈഡ്രേഷൻ ഒക്കെ വന്നു, നമ്മൾ ഉടനെ എന്തെങ്കിലും ട്രിപ്പ് ഇട്ട് കെടുത്തു അല്ലെ. നമ്മൾ ട്രിപ്പ് ഇട്ട് കെടുക്കുമ്പോൾ നമുക്ക് കുറച്ചും കൂടെ ഓക്കെ ആയി. അതുപോലെ ഭയങ്കര വയറ് ഡയറിയ വരികയാണെങ്കിൽ നമ്മൾ ഭയങ്കരമായിട്ട് വൊമിറ്റ് ചെയ്യാൻ, നമുക്ക് ഒന്നും കഴിക്കാൻ പറ്റണില്ല. അങ്ങനെയുള്ള സിറ്റുവേഷനിൽ നമ്മൾ ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി എന്തെങ്കിലും ട്രിപ്പ് ഇടും അല്ലെ. IV ഫ്ലൂയിഡ്സ് ആണ് അത് കയറ്റുന്നത് നമ്മുടെ ശരീരത്തിൽ. IV എന്ന് വെച്ചാൽ ഇൻട്രാവെനസിൽ അല്ലെ, ത്രൂ വെയിനിലൂടെ നമ്മൾ പല ഫ്ലൂയിഡ്സുകളെ കടത്തിവിടാണ്. അത് തന്നെ പല ടൈപ്പ് ഓഫ് ഫ്ലൂയിഡ്സ് ഉണ്ട്, പല സാഹചര്യങ്ങളിൽ ഉപയോഗിക്കുന്ന ഫ്ലൂയിഡ്സുകളുണ്ട്. അത് കൃത്യമായിട്ട് എത്ര ഡോസ് ഒരു പേഷ്യന്റിന് കൊടുക്കണം, എത്ര അളവിൽ കൊടുക്കണം, എത്ര നേരം കൊടുക്കണം, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നിശ്ചയിക്കുന്നത് ഒരു ചീഫ് ഫാർമസിസ്റ്റ് ആണ് കേട്ടോ. ഹോസ്പിറ്റലിൽ അങ്ങനെയാണ്, ചീഫ് ഫാർമസിസ്റ്റ് ആണ് ഇയാൾക്ക് ഇത്ര ബോട്ടിൽ IV ഫ്ലൂയിഡ്സ് അല്ല ബോഡിയിലേക്ക് കയറ്റണം, അല്ലെങ്കിൽ ഇത്ര എമൗണ്ടിൽ കയറ്റണം, ഇത്ര ഡോസേജ് ആണ് വേണ്ടത്. അങ്ങനെയുള്ള കാര്യങ്ങളുടെ കണക്കും കാര്യങ്ങളൊക്കെ തീരുമാനിക്കുന്നത് ഈ പറയുന്ന ചീഫ് ഫാർമസിസ്റ്റ് ആണ്. അദ്ദേഹത്തിനാണ് കൃത്യമായിട്ട് അറിയാൻ പറ്റുള്ളൂ. ഇതാണ് ഉദ്ദേശിക്കുന്നത് കേട്ടോ. ഡെസിഗ്നേഷൻ ഫോർ ദ വാരിയസ് ഫ്ലൂയിഡ്സ്, അതായത് വ്യത്യസ്തങ്ങളായിട്ട് IV ഫ്ലൂയിഡ്സ് ഒക്കെ ഉണ്ടല്ലോ, അത് കൃത്യമായിട്ട് പേഷ്യന്റിലേക്ക് കയറ്റി വിടുന്നതിന് വേണ്ടിയുള്ള കാര്യങ്ങളൊക്കെ എന്താ പറയാ, കാര്യങ്ങളൊക്കെ നിശ്ചയിക്കാം. ഡെസിഗ്നേഷൻ വെച്ച പദവി എന്നുള്ള അർത്ഥമാണ്. ഇവിടെ അതല്ല, പല ഫ്ലൂയിഡ്സുകൾ എങ്ങനെ ആ പേഷ്യന്റിലേക്ക് നമ്മൾ കൊടുക്കണം എന്നുള്ള കാര്യങ്ങളൊക്കെ തീരുമാനിക്കുന്നത് ഈ പറയുന്ന ചീഫ് ഫാർമസിസ്റ്റ് ആണ് കേട്ടോ. അടുത്തത് എന്താണ്? സ്ക്രൂട്ടിനി ഓഫ് ഡ്രഗ്സ് അറ്റ് വാരിയസ് പോയിന്റ്സ് ഓഫ് യൂസ്. സ്ക്രൂട്ടിനി എന്ന് പറഞ്ഞാല് സൂക്ഷ്മ പരിശോധന കേട്ടോ. അതായത് ഈ മരുന്നുകളുടെ ഉപയോഗത്തിന്റെ ഓരോ ഘട്ടത്തിലും സൂക്ഷ്മ പരിശോധന നടത്തുക. ഓരോ മരുന്നുകളും ഉപയോഗിക്കുന്നതിന്റെ ഓരോ ഘട്ടത്തിലും എന്താണ് സൂക്ഷ്മ പരിശോധന നടത്തുന്നത് അവിടുത്തെ ചീഫ് ഫാർമസിസ്റ്റ് ആണ്. പിന്നെന്താണ്? പ്രിപ്പറേഷൻ ഓഫ് ദ ഇന്റൻസ്, ഇഷ്യൂ ആൻഡ് റെസിപ്റ്റ് വൗച്ചർ. ഇന്റൻസ് നമ്മൾ പഠിച്ചതല്ലേ, മേക്കിംഗ് ദ റിക്വസിഷൻ ഫോർ ദ സപ്ലൈ ഓഫ് ഡ്രഗ്സ്. ഓക്കെ, അത്തരത്തിൽ മരുന്നുകൾക്ക് വേണ്ടിയിട്ടുള്ള റിക്വസിഷനുകൾ തയ്യാറാക്കുക, അത് ഇഷ്യൂ ചെയ്യുക അല്ലെ, രോഗികൾക്ക് അത് ഇഷ്യൂ ചെയ്യുക, അല്ലെങ്കിൽ അത് മരുന്നുകൾ റിക്വസിഷൻ കൊടുത്ത പർച്ചേസിംഗ് ഓർഡർ കൊടുക്കാനുള്ള കാര്യങ്ങൾ ഇഷ്യൂ ചെയ്യുക. പിന്നെ റിസിപ്റ്റ് വൗച്ചർ, അതുമായിട്ട് ബന്ധപ്പെട്ട റിസിപ്റ്റുകളും കാര്യങ്ങളൊക്കെ സൂക്ഷിക്കുക. ഇതെല്ലാം തന്നെ ആരുടെ റോളാണ്, അല്ലെങ്കിൽ ആരുടെ ഉത്തരവാദിത്തമാണ്? ചീഫ് ഫാർമസിസ്റ്റിന്റെ ഉത്തരവാദിത്തമാണ്. ഓക്കെ, പ്രിപ്പറേഷൻ ഓഫ് ഇന്റൻസ്, ഇഷ്യൂ ആൻഡ് റെസിപ്റ്റ് വൗച്ചർ. ഓക്കെ, അടുത്തത് എന്താണ്? ഇൻവെന്ററി കൺട്രോൾ. ഇൻവെന്ററി എന്ന് പറഞ്ഞാൽ സ്റ്റോക്ക് ആണ് കേട്ടോ ഉദ്ദേശിക്കുന്നത്. സ്റ്റോക്ക് ആണ് കേട്ടോ ഇൻവെന്ററി. ഇൻവെന്ററി കൺട്രോൾ, സ്റ്റോക്ക് കൺട്രോൾ ചെയ്യാം. അതായത് ചില മരുന്നുകൾ ഓവർ സ്റ്റോക്ക് ആവാതെയും അണ്ടർ സ്റ്റോക്ക് ആവാതെയും ഒരു ബാലൻസിന് മെയിൻറ്റെയിൻ ചെയ്യാം അല്ലെ. ആ രീതിയിൽ സ്റ്റോക്കിനെ കൺട്രോൾ ചെയ്യാം. ദാറ്റ് ഈസ് കോൾഡ് ഇൻവെന്ററി കൺട്രോൾ. അതാരാണ് ചെയ്യേണ്ടത്? ആരുടെ ഉത്തരവാദിത്വമാണ്? ചീഫ് ഫാർമസിസ്റ്റിന്റെ ഉത്തരവാദിത്വമാണ് കേട്ടോ. പിന്നെന്താണ്? മെയിൻ്റനൻസ് ഓഫ് സ്റ്റോർസ്, ലെഡ്ജേഴ്സ് ആൻഡ് റെക്കോർഡ്സ് അല്ലെ. ഫാർമസി ആയിട്ട് ബന്ധപ്പെട്ട ലെഡ്ജേഴ്സ്, കണക്ക് പുസ്തകങ്ങള്, കാര്യങ്ങള്. പിന്നെ ഈ പറയുന്ന റെക്കോർഡ്സ് നമ്മൾ പഠിച്ചില്ലേ, കുറെ രജിസ്റ്റർ റെക്കോർഡ്സ് ഒക്കെ നമ്മൾ പഠിച്ചില്ലേ. അത്തരം റെക്കോർഡുകള്, അതുപോലെ തന്നെ ഫാർമസി സ്റ്റോർ മെയിൻറ്റെയിൻ ചെയ്യാം. ഇതൊക്കെ ആര് ചെയ്യണം? ചീഫ് ഫാർമസിസ്റ്റിന്റെ ഒരു മേൽനോട്ടത്തില് നടക്കേണ്ട കാര്യങ്ങളാണ് കേട്ടോ. മെയിൻ്റനൻസ് ഓഫ് സ്റ്റോർസ്, അതായത് ഫാർമസിയുടെ സ്റ്റോർസ്, പിന്നെ ലെഡ്ജേഴ്സ്, ഫാർമസിയായിട്ട് ബന്ധപ്പെട്ട കണക്കും കാര്യങ്ങളും റെക്കോർഡ്സുകൾ, ഇതെല്ലാം തന്നെ മെയിൻറ്റെയിൻ ചെയ്യുക. ഓക്കെ, പിന്നെന്താണ്? പ്രൊവിഷൻ ഓഫ് ആൾട്ടർനേറ്റ് ഇലക്ട്രിസിറ്റി സപ്ലൈ അല്ലെ. അതായത് ഒരു ആൾട്ടർനേറ്റ് പവർ സപ്ലൈക്ക്, ഇലക്ട്രിസിറ്റി സപ്ലൈക്കുള്ള ഒരു പ്രൊവിഷൻ തയ്യാറാക്കേണ്ടത്, അതിനുള്ളൊരു പ്രൊവിഷൻ ഇട്ട് കൊടുക്കേണ്ടത് ആരാണ്? ചീഫ് ഫാർമസിസ്റ്റ് ആണ്. എന്ന് പറഞ്ഞ് ഇവിടെ ഉദ്ദേശിക്കുന്നത് എന്താണെന്ന് അറിയാമോ? ഇപ്പൊ ഫാർമസിയിൽ എപ്പോഴും എന്താണ്, എന്തെങ്കിലും പവർ ഫെയിലിയർ വന്നു കഴിഞ്ഞാൽ ഉടനെ തന്നെ ഒരു ആൾട്ടർനേറ്റ് ഇലക്ട്രിക് സപ്ലൈ കൊടുത്തിരിക്കണം. എന്തിനായിരിക്കും? നമ്മൾ നേരത്തെ സ്റ്റോറേജ് പഠിച്ചിരുന്നു അല്ലെ. സ്റ്റോറേജ് പഠിച്ചപ്പോ നമ്മൾ പറഞ്ഞു കോൾഡ് സ്റ്റോറേജ് ഡ്രഗ്സ് എന്നൊക്കെ പറയുമ്പോൾ അത് റെഫ്രിജറേറ്ററിലൊക്കെ സൂക്ഷിക്കുന്നതാണ് അല്ലെ. അതായത് പല മരുന്നുകളും നമ്മൾ ഫ്രീസ് ചെയ്തും റെഫ്രിജറേറ്ററിലൊക്കെ സൂക്ഷിക്കുന്നതാണ്. അപ്പൊ പവർ ഫെയിലിയറും മറ്റും വന്നു കഴിഞ്ഞാൽ എന്ത് സംഭവിക്കും? കറണ്ട് പോയി കഴിഞ്ഞാൽ പറയുന്ന റെഫ്രിജറേറ്ററിലൊക്കെ ഇരിക്കുന്ന മരുന്നുകളൊക്കെ ചിലപ്പോ അതിന്റെ കോമ്പോസിഷൻ ഒക്കെ അങ്ങ് മാറിപ്പോകും, വാരിയേഷൻ വരും അല്ലെ. അപ്പൊ അതുകൊണ്ട് തന്നെ ഒരു തുടർച്ചയായിട്ടുള്ള പവർ സപ്ലൈ അവിടെ എപ്പോഴും ആവശ്യമാണ് അല്ലെ. അപ്പൊ അത്തരത്തില് ഒരു ആൾട്ടർനേറ്റ്
ഇലക്ട്രിസിറ്റി സപ്ലൈക്കുള്ള ഒരു പ്രൊവിഷൻ ഉണ്ടാക്കേണ്ടത് ഒരു ചീഫ് ഫാർമസിസ്റ്റിന്റെ ഉത്തരവാദിത്തം. പെട്ടെന്ന് കറണ്ട് പോയി പിന്നെ കറണ്ട് വരുന്നവരെ വെയിറ്റ് ചെയ്തിരുന്നത് ശരിയാവില്ല. കാരണം റെഫ്രിജറേറ്ററിൽ ഒത്തിരിയേറെ മരുന്നുകളൊക്കെ സൂക്ഷിച്ചിട്ടുണ്ട്, അതിലൊക്കെ മാറ്റങ്ങൾ വരും, വാരിയേഷൻസ് വരും അതിന്റെ കോമ്പോസിഷനിൽ. അത് ഉണ്ടാവാതിരിക്കാനായിട്ട് ആൾട്ടർനേറ്റീവ് ഇലക്ട്രിസിറ്റി സപ്ലൈ കൊടുക്കാനുള്ള ഒരു പ്രൊവിഷൻ, അതിനുള്ള റോള് റെസ്പോൺസിബിലിറ്റി ആർക്കുണ്ട്? ചീഫ് ഫാർമസിസ്റ്റിന് ഉണ്ട്. ഓക്കെ ആണല്ലോ? ശരി. അടുത്തത് എന്താണ്? സ്ക്രൂട്ടിനി ആൻഡ് ക്വാളിറ്റി കൺട്രോൾ. സ്ക്രൂട്ടിനി എന്ന് വെച്ചാൽ സൂക്ഷ്മ പരിശോധനയാണ് കേട്ടോ. അതെ, കോൾഡ് മെഡിസിൻ ഒക്കെ കേടാവും, അതെ, അതുകൊണ്ടാണ് കേട്ടോ. പിന്നെന്താണ്? സ്ക്രൂട്ടിനി ആൻഡ് ക്വാളിറ്റി കൺട്രോൾ. സ്ക്രൂട്ടിനി എന്ന് വെച്ചാൽ അർത്ഥം സൂക്ഷ്മ പരിശോധന എന്നാണ് കേട്ടോ. അതായത് ഈ മരുന്നുകളുടെയൊക്കെ സൂക്ഷ്മ പരിശോധന, അതിന്റെ ക്വാളിറ്റി കൺട്രോൾ അല്ലെ, അതിന്റെ ഗുണമേന്മയൊക്കെ കറക്റ്റ് ആയിട്ട് കൺട്രോൾ ചെയ്യാം. കാരണം നമ്മൾ പറഞ്ഞു പർച്ചേസിംഗ് ഓർഡറിന്റെ കഴിഞ്ഞ് വരുന്ന മരുന്നുകളെ അങ്ങനെ തന്നെ എടുത്ത് പേഷ്യൻസിന് കൊടുക്കാൻ പറ്റില്ല അല്ലെ. അതിന്റെ ക്വാളിറ്റി ഒക്കെ നന്നായിട്ട് ചെക്ക് ചെയ്ത് വെരിഫൈ ചെയ്യണം. അതിന്റെയൊക്കെ എല്ലാ റോളും ചെയ്യുന്നത് നമ്മുടെ ചീഫ് ഫാർമസിസ്റ്റ് ആണ്. അദ്ദേഹത്തിന്റെ ഒരു ഭാരപ്പെട്ട ഉത്തരവാദിത്വമാണ് കേട്ടോ അതൊക്കെ, ക്വാളിറ്റി കൺട്രോൾ. പിന്നെ എന്താണ്? ടീച്ചിങ് ആൻഡ് ട്രെയിനിങ് ഓഫ് ദ ഫാർമസിസ്റ്റ്. നമ്മൾ കണ്ടതാണല്ലേ, ഫ്ലോ ചാർട്ടിൽ കണ്ടില്ലേ, അദ്ദേഹത്തിന്റെ അണ്ടറിൽ എത്രയോ ഫാർമസിസ്റ്റുകൾ വർക്ക് ചെയ്യുന്നുണ്ട്. ഡ്രഗ് ഡിസ്ട്രിബ്യൂഷൻ ഡിപ്പാർട്ട്മെന്റ് ഹാൻഡിൽ ചെയ്യുന്ന ആള്, അതുപോലെ മറ്റേ ഡിസ്പെൻസിങ് ഫാർമസിസ്റ്റുകൾ ഉണ്ട്, സ്റ്റോർ ഫാർമസിസ്റ്റുകൾ ഉണ്ട്, പിന്നെ മറ്റേ ക്വാളിറ്റി കൺട്രോൾ ചെയ്യുന്ന ഫാർമസിസ്റ്റുകൾ ഉണ്ട്. അപ്പൊ അവർക്കൊക്കെ വേണ്ടിയിട്ടുള്ള ട്രെയിനിങ്ങുകൾ അല്ലെ, പരിശീലനം കൊടുക്കുക, അവർക്ക് വേണ്ടിയിട്ടുള്ള ക്ലാസ്സുകളും മറ്റൊക്കെ കൊടുക്കാനായിട്ട് ചീഫ് ഫാർമസിസ്റ്റിന് ഉത്തരവാദിത്തമുണ്ട് കേട്ടോ. ടീച്ചിങ് ആൻഡ് ട്രെയിനിങ് ഓഫ് ദ ഫാർമസിസ്റ്റ് അദ്ദേഹത്തിന്റെ അണ്ടറിൽ വരുന്ന ആളുകളുണ്ട് കേട്ടോ, ഫാർമസിസ്റ്റുകളുണ്ട്. പിന്നെന്താണ്? പീരിയോഡിക് യൂട്ടിലൈസേഷൻ റിപ്പോർട്ട് ഓഫ് ഫാർമസി. പീരിയോഡിക് യൂട്ടിലൈസേഷൻ റിപ്പോർട്ട് ഓഫ് ഫാർമസി. ഫാർമസിയിലെ മരുന്നുകളുടെ യൂട്ടിലൈസേഷൻ അല്ലെ, ഉപയോഗത്തിന്റെ പീരിയോഡിക് യൂട്ടിലൈസേഷൻ എന്താണ്? അത് നമ്മൾ പീരിയോഡിക് ആയിട്ട് ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്ന മരുന്നുകളാണ് അല്ലെ ഫാർമസിയിലുള്ളത്. അതിന്റെയൊക്കെ റിപ്പോർട്ടും കാര്യങ്ങളൊക്കെ കൃത്യമായിട്ട് സൂക്ഷിച്ചിരിക്കണം. പീരിയോഡിക് യൂട്ടിലൈസേഷൻ, ഓരോ മരുന്നുകളും എങ്ങനെ യൂട്ടിലൈസ് ചെയ്യുന്നു എന്നുള്ളതിന്റെ റിപ്പോർട്ടുകൾ അവിടെ സൂക്ഷിച്ചിരിക്കണം. അതുകൂടാതെ വർഷാവസാനം അല്ലെ, ഒരു എക്കണോമിക് ഇയർ കഴിയുമ്പോൾ, ഒരു ഫിനാൻഷ്യൽ ഇയർ കഴിയുമ്പോൾ എത്ര സ്റ്റോക്ക് ബാലൻസ് ഉണ്ട്, എത്ര മരുന്നുകൾ യൂട്ടിലൈസ് ചെയ്തു, ഇങ്ങനെയുള്ള റിപ്പോർട്ടുകളൊക്കെയാണ് ഉദ്ദേശിക്കുന്നത്. പിന്നെ നിലവിൽ ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്ന മരുന്നുകൾ. ഓക്കെ, പീരിയോഡിക് യൂട്ടിലൈസേഷൻ റിപ്പോർട്ട് ഓഫ് ഫാർമസി. ലാസ്റ്റ് എന്താണ്? പേഷ്യന്റ് എഡ്യൂക്കേഷൻ, അതായത് രോഗികൾക്ക് വേണ്ടിയിട്ടുള്ള ഒരു എഡ്യൂക്കേഷൻ കൊടുക്കുക. രോഗിക്ക് അവർ കഴിക്കുന്ന മരുന്നുകളെ കുറിച്ച് ഒരു ധാരണ ഉണ്ടാക്കുക. ഇന്ന മരുന്നുകൾ ഇന്നതിനാണ് കഴിക്കുന്നത്, അല്ലെങ്കിൽ ഇങ്ങനെ ഒരു ഇഫക്റ്റ്, സൈഡ് ഇഫക്റ്റ് എന്തെങ്കിലും ഉണ്ടെങ്കിൽ അതിനെ കുറിച്ച് അവരെ മനസ്സിലാക്കി കൊടുക്കുക. ഇനി എന്തെങ്കിലും ഡ്രഗ് റിയാക്ഷൻസ് ഉണ്ടാവാൻ സാധ്യതയുള്ള മരുന്നുകളാണ്, അതിനെ കുറിച്ച് അവർക്കൊരു ബോധം ഉണ്ടാക്കുക. അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്യണം കേട്ടോ. അപ്പൊ അതാണ് പേഷ്യന്റ് എഡ്യൂക്കേഷൻ. സിമ്പിൾ അല്ലേ? എന്തൊക്കെയായിരുന്നു എന്നുള്ളത് ക്ലിയർ അല്ലേ? ഇതോട് കൂടിയിട്ട് നമ്മുടെ ഈ ഒരു ചാപ്റ്റർ അവസാനിക്കുകയാണ് കേട്ടോ. നമ്മൾ ഇന്ന് പഠിച്ച കാര്യങ്ങൾ ഇതൊക്കെയായിരുന്നു. ഒന്ന് നമ്മള് മെഡിക്കേഷൻ പ്രൊസീജിയർ ആണ് അവിടെ സോറി നമ്മള് നാർക്കോട്ടിക് ഡ്രഗ്സ് തൊട്ടാ പറഞ്ഞത് അല്ലെ, ഇങ്ങനെ സൂക്ഷിക്കണം. ആ മരുന്നുകൾ ഓർക്കാട്ട് പിന്നെ ബാർബിറ്റ്യൂറേറ്റ്സ്, പിന്നെ പ്രിസൈസ് റെക്കോർഡിംഗ് ഒക്കെ കീപ്പ് ചെയ്യണം. ഇൻഫ്ലമബിൾ ഡ്രഗ്സ് ആകുമ്പോൾ ഫയർ എക്സ്റ്റിംഗ്വിഷേഴ്സ്, ഫയർ അഗ്നിശമന ക്രമീകരണങ്ങളും വെന്റിലേഷൻ ഒക്കെ ആ റൂമിൽ ഉണ്ടായിരിക്കണം. കോൾഡ് സ്റ്റോറേജിൽ നിന്നാണ് ചോദ്യങ്ങൾ വരാൻ സാധ്യത കേട്ടോ. മറ്റേ ആന്റിബയോട്ടിക്സ്, വിറ്റമിൻസ്, ലിവർ എക്സ്ട്രാക്ട് ആണെങ്കിൽ 15 ഡിഗ്രി ടു 20 ഡിഗ്രി സെന്റിഗ്രേഡ് കേട്ടോ. അതേസമയം വാക്സിൻ, സെറം, ഹോർമോൺസ് ആണെങ്കിൽ 2 ഡിഗ്രി സെന്റിഗ്രേഡ് ടു 8 ഡിഗ്രി സെന്റിഗ്രേഡ്. അങ്ങനെ ചോദിക്കാൻ, അല്ലെങ്കിൽ ഡീപ്പ് ഫ്രീസ് ചെയ്ത് സൂക്ഷിക്കേണ്ട മരുന്നുകൾ ഏതാണ്, ഫ്രീസറിൽ സൂക്ഷിക്കേണ്ട മരുന്ന് ഏതാണെന്ന് വെച്ചാൽ അത് ഈ പറയുന്ന നമ്മുടെ വാക്സിൻ, സെറം, ഹോർമോൺസ് ഉപയോഗിക്കുകയാണ് കേട്ടോ. പിന്നെ നമ്മൾ കണ്ട മെഡിക്കേഷൻ പ്രൊസീജിയർ ആരാണ്? ഡോക്ടേഴ്സിന്റെ പ്രിസ്ക്രിപ്ഷന് ട്രാൻസ്ക്രൈബ് ചെയ്യുന്ന വ്യക്തി ആരാണ്? നേഴ്സ് ആണ് അല്ലെ, നേഴ്സ് ആണ്. പിന്നെ നമ്മളൊരു എന്താ പറയാ, മെഡിക്കേഷൻ പ്രൊസീജിയറിനകത്ത് നമ്മളൊരു ഇന്റന്റ് കൊടുക്കുന്നതിന് മുമ്പ്, ഒരു മരുന്നിന് റിക്വസിഷൻ കൊടുക്കുന്നതിന് മുമ്പ് എന്തെല്ലാം കാര്യങ്ങളാണ് നമ്മൾ ചെക്ക് ചെയ്യേണ്ടത്? പേഷ്യന്റ് ID നമ്പർ, പേഷ്യന്റിന്റെ ഡെഡ് നമ്പർ, അതുപോലെ തന്നെ പേഷ്യന്റിന്റെ പേര്, പിന്നെ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചെക്ക് ചെയ്തിരിക്കണം കേട്ടോ. പിന്നെ നമ്മൾ പറഞ്ഞത് ഏതായിരുന്നു? മെഡിക്കേഷൻ പ്രൊസീജിയർ കഴിഞ്ഞപ്പോ ഫാർമസി ഫേസ് ചെയ്യുന്ന പ്രോബ്ലംസ് ഒക്കെ പഠിക്കാൻ വേണം കേട്ടോ. ഫിൽറ്ററേജ് ഉണ്ട്, മറ്റേ ഡ്രഗ്സ് ഉണ്ട്, എക്സ്പീരി ഡ്രഗ്സ് ഉണ്ട്, ഡിസ്ട്രക്ഷൻ ബൈ റാറ്റ്സ് ആൻഡ് ഇൻസെക്ട്സ് ഉണ്ട്, പിന്നെ ട്രാൻസ്പോർട്ടേഷൻ കോസ്റ്റ്, മറ്റേ സ്റ്റോറേജ് കോസ്റ്റ്, അതൊക്കെ പ്രശ്നങ്ങളാണ് കേട്ടോ. പിന്നെ അവര് ഫങ്ഷൻസ് ഓഫ് ദ ചീഫ് ഫാർമസിസ്റ്റ്.
ഇത്രയും കാര്യങ്ങൾ. അപ്പൊ എന്താണ് തെറാപ്യൂട്ടിക് കമ്മിറ്റിയുടെ പ്രവർത്തനങ്ങളെല്ലാം പ്രാക്ടിക്കലാക്കുക, അല്ലെ, പ്രാവർത്തികമാക്കുക, മറ്റുള്ള ഫാർമസിസ്റ്റുകൾക്ക് വേണ്ട നിർദ്ദേശങ്ങൾ കൊടുക്കുക, പേഷ്യന്റിന് എഡ്യൂക്കേഷൻ മീൻസ് പേഷ്യന്റിന് ഒരു കൗൺസിലിങ്ങൾ കൊടുക്കുക, പിന്നെ ഈ പറയുന്ന പവർ സപ്ലൈക്കുള്ള ഒരു ആൾട്ടർനേഷൻ ഒരു പ്രൊവിഷൻ ഉണ്ടാക്കി കൊടുക്കുന്ന കുറെ പോയിന്റ്സ് നമ്മൾ പറഞ്ഞില്ലേ. അപ്പൊ നിങ്ങൾക്ക് എന്തെങ്കിലും ചോദിക്കാട്ട് ആരുടെ റെസ്പോൺസിബിലിറ്റി ആണെന്നൊക്കെ ചോദിച്ചാൽ നിങ്ങൾക്ക് തിരിച്ചറിയാനായിട്ട് പറ്റണം. ഇത്രയേ ഉള്ളൂ ഫാർമസി. സിമ്പിൾ ആയിട്ടുള്ള ഒരു ചാപ്റ്റർ ആണ് കേട്ടോ. നമ്മൾ ഈ ചാപ്റ്ററിനകത്ത് ഫാർമസി എന്താണെന്ന് പഠിച്ചു, അതിന്റെ ഫംഗ്ഷൻസ്, ഒബ്ജക്റ്റീവ്സ്, DTC, ഓക്കെ, ഡ്രഗ്സ് ആൻഡ് തെറാപ്യൂട്ടിക് കമ്മിറ്റി എന്താണ്, അതിലൊക്കെ കുറച്ച് പൊസിഷൻ നമ്മൾ പറഞ്ഞിരുന്നു കേട്ടോ. സെക്രട്ടറി, അതുപോലെ ചെയർമാൻ ആരായിരിക്കും, അതൊക്കെ നോട്ട് ചെയ്ത് പഠിക്കാം. ഫ്ലോ ചാർട്ട് പഠിക്കാം. ഏറ്റവും ഇമ്പോർട്ടന്റ് പോയിന്റ് ആണ് നമ്പർ ഓഫ് ദ എന്താ പറയാ ഫാർമസിസ്റ്റ് റിക്വയർഡ് ഇൻ എ ഹോസ്പിറ്റൽ ദാറ്റ് ഈസ് ഈക്വൽ ടു ദ ബെഡ് സ്ട്രെങ്ത്. ബെഡ് സ്ട്രെങ്തിനെ ഡിപെൻഡ് ചെയ്തിട്ടാണ്. പിന്നെ അങ്ങനെയുള്ള ചില പോയിന്റ്സ് നോക്കിയല്ലോ കേട്ടോ. അപ്പൊ ക്ലിയർ ആയെന്ന് വിചാരിക്കുന്നത്. ഞാൻ അൺമ്യൂട്ട് ചെയ്യാണ്. എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ ചോദിച്ചു കേട്ടോ. അയ്യോ, പുതിയ ടൈം ടേബിൾ ഇട്ടില്ലേ ഇവര്? ഞാൻ അന്ന് തന്നെ പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലോ അവരോട് ടൈം ടേബിൾ ഇടാനായിട്ട്. ഇതുവരെ ഇട്ടില്ലേ? ഇട്ടില്ല. ശരി, ഞാൻ എപ്പോ തന്നെ പറഞ്ഞത് അവരോട് പെട്ടെന്ന് ഇട്ട് കൊടുക്കണം കേട്ടോ. ഞാൻ ഇട്ടില്ല അല്ലെ? ഞാൻ അതോട് പറയാം അവരുടെ അടുത്ത്. പോയിട്ടുണ്ടോ? ഇപ്പൊ തന്നെ പറയട്ടെ എന്ന് പറഞ്ഞതാണ്. ക്ലാസ്സിൽ ഇറങ്ങിയപ്പോ തന്നെ പറഞ്ഞത്. എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടോ ഇന്നത്തെ ക്ലാസ്സിനകത്ത്? എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടോ? തിരിച്ചു വെച്ചോട്ടാ. പിന്നെ അടുത്ത ക്ലാസ്സിൽ നമ്മൾ എടുക്കാൻ പോകുന്ന ചാപ്റ്റർ ഹോസ്പിറ്റൽ അക്വയർഡ് ഇൻഫെക്ഷൻ ആയിരിക്കും കേട്ടോ. ഹോസ്പിറ്റൽ അക്വയർഡ് ഇൻഫെക്ഷൻ എന്ന് പറയുന്ന ഒരു ചാപ്റ്റർ ആയിരിക്കും ഈ അടുത്ത ക്ലാസ്സിൽ ഞാൻ തുടങ്ങുക കേട്ടോ. ഭയങ്കര എളുപ്പമുള്ള ചാപ്റ്റർ ആട്ടോ. വളരെ നമുക്ക് പഠിക്കാനായിട്ട് എളുപ്പമാണ്. എന്താണ് ഫസ്റ്റ് മൊഡ്യൂൾ തിരിച്ചടാം. ഓക്കെ, അത് ആദ്യം മിസ് എടുക്കും കേട്ടോ. ഓരോരുത്തരുടെ ചാപ്റ്റേഴ്സ് ഉണ്ട്, അതവര് അതിനനുസരിച്ച് ഫിനിഷ് ചെയ്യും കേട്ടോ. ഓക്കെ, ഞാൻ എടുക്കാൻ പോകുന്ന നെക്സ്റ്റ് ചാപ്റ്റർ ഹോസ്പിറ്റൽ അക്വയർഡ് ഇൻഫെക്ഷൻ കേട്ടോ. ഇതിന്റെ നിങ്ങൾ നോട്ട് ചെയ്ത് വെച്ചോളൂ. ഇന്നത്തെ ക്ലാസ്സിൽ ഡൗട്ട്സ് ഒന്നും ഇല്ലാന്ന് വിചാരിക്കണം. 25ാമത്തെ ചാപ്റ്റർ കേട്ടോ. ഇന്നത്തെ ക്ലാസ്സിൽ ഡൗട്ട്സ് ഒന്നും ഇല്ലാന്ന് വിചാരിക്കുന്നത്. നമുക്ക് നെക്സ്റ്റ് ക്ലാസ്സിൽ കാണാം കേട്ടോ. ഓക്കെ, താങ്ക് യു. ശരി.